ഹലോ എവരിവൺ, വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. നമ്മളിന്ന് പുതിയൊരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ബേസിക് ഫുഡ് സയൻസ്. അതായത് ഇതാണ് നമ്മളുടെ മെയിൻ ഹെഡിങ് അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ബേസിക് ഫുഡ് സയൻസ്. അപ്പോൾ ഈ ബേസിക് ഫുഡ് സയൻസ് എന്നുള്ള മെയിൻ ടോപ്പിക്കിൻ്റെ അണ്ടറിലായിട്ട് നമുക്ക് മെയിനായിട്ടും പഠിക്കാനുള്ളത് ഫുഡ് ഗ്രൂപ്പ്സിനെ പറ്റി പഠിക്കാനുണ്ട്. ഓക്കെ, ഫുഡ് ഗ്രൂപ്പ്സ്, ഡിഫറെൻറ്റ് ഫുഡ് ഗ്രൂപ്പ്സിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ നമുക്ക് കുറച്ച് ഫുഡ് ഐറ്റത്തിനെ പറ്റി പഠിക്കാനുണ്ട്. അതായത് ലൈക്ക് സിറിയൽസ്, പൾസസ്, ഓയിൽ സീഡ്സ്, നട്ട്സ്, സ്പൈസസ്, ബിവറേജ്, അങ്ങനത്തെ കുറച്ച് ഫുഡ് ഐറ്റത്തിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ടും വരുന്നത്. ഈ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിലായിട്ട് മെയിനായിട്ട് വരുന്നത് ബേസിക് ഫുഡ് സയൻസ്. ഫുഡ് സയൻസിനെ പറ്റിയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതിനോടൊപ്പം നമ്മൾ ഫുഡ് പ്രിസർവേഷനും ഫുഡ് സ്പോയിലേജും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതായത് ഫുഡിനകത്ത് ആഡ് ചെയ്യുന്ന അഡിക്റ്റീവ്സും അതൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുള്ളൊരു മെയിൻ ടോപ്പിക്കാണ് എന്ത്, ഈ ബേസിക് ഫുഡ് സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫുഡ് സയൻസ് ആണ് പഠിക്കുന്നത്. ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനകത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ടോപ്പിക്, അതായത് ബേസിക് ഫുഡ് സയൻസിൻ്റെ അണ്ടറിലുള്ള ഒരു മേജർ ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഫുഡ് ഗ്രൂപ്പ്സ്. ഫുഡ് ഗ്രൂപ്പ്സ്, അതേപോലെ ആ ഫുഡ് ഗ്രൂപ്പ്സിൽ നമുക്ക് സിറിയൽസിനെ പറ്റിയും പഠിക്കാനുണ്ട്. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫുഡ് ഗ്രൂപ്പ്സ് ആൻഡ് സിറിയൽസ്. അപ്പോൾ ഫുഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പം നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഗ്രെയിൻസ് എന്ന് പറയും. ഓക്കെ, സിറിയൽ ഗ്രെയിൻസ് എന്ന് പറയും. അപ്പോൾ അതിനകത്ത് പല ഇത് വരുന്നുണ്ട്. റൈസ് വരുന്നുണ്ട്, വീറ്റ് വരുന്നുണ്ട്, അങ്ങനെ പല സാധനങ്ങളും വരും അല്ലേ. അപ്പോൾ അതിനെല്ലാം നമുക്കൊരു ഗ്രൂപ്പ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ സിറിയൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഗ്രൂപ്പാണ്. അതേപോലെ പൾസസ്, പയറുവർഗ്ഗങ്ങളെല്ലാം, ആ പൾസസ് എന്ന് പറയുന്നത് അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ അതൊരു ഗ്രൂപ്പാണ്. പിന്നെ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ്, അപ്പോൾ അതിനകത്ത് എന്താണ് വരിക, പാലുൽപ്പന്നങ്ങളെല്ലാം, പാലുൽപ്പന്നങ്ങളെല്ലാം ആ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സിൻ്റെ അണ്ടറിൽ വരും. പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിനകത്ത് എല്ലാ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സും എല്ലാ ടൈപ്പ് ഓഫ് വെജിറ്റബിൾസും ഇൻക്ലൂഡ് ആയിരിക്കും. സോ ദേ ആർ എ ഗ്രൂപ്പ്. അതായത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ചേരുന്ന ഒരു ഗ്രൂപ്പാണ്. അങ്ങനെ വരുന്ന ഗ്രൂപ്പുകളെ പറ്റിയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഫുഡ് ഗ്രൂപ്പ്സ്. അത് കഴിഞ്ഞ് നമുക്ക് ആ ഗ്രൂപ്പിൽ വരുന്ന സിറിയൽസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ ഏതാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്നങ്ങ് പറഞ്ഞുതരാം. ഫുഡ് ഗ്രൂപ്പ്സിൽ നമുക്ക് 5 ഗ്രൂപ്പ് വരുന്ന ഒരെണ്ണമുണ്ട്. ഓക്കെ, 5 ഗ്രൂപ്പുകളായിട്ട് വരുന്ന ഒരെണ്ണമുണ്ട് ഫുഡ് ഗ്രൂപ്പ്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സിറിയൽസിനകത്ത് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത് കുറച്ച് കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് അതിൻ്റെ ഇടയിലായിട്ട് വരും. അതിലൊന്നെന്ന് പറയുന്നത് അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ ആണ്. എന്താണ് പഠിക്കാനുള്ളത്, കെമിക്കൽ കോമ്പോസിഷൻ നമുക്ക്, അല്ലെങ്കിൽ ന്യൂട്രീഷൻ അതിനുള്ളിലുള്ള മേജർ ന്യൂട്രിയൻസ് ഏതാണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. കെമിക്കൽ കോമ്പോസിഷൻ ആൻഡ് ന്യൂട്രീഷൻ, അല്ലെങ്കിൽ ന്യൂട്രിയൻസ് പ്രസന്റ് ഇൻ സിറിയൽസ്, അതാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. രണ്ടാമതായിട്ട് നമുക്ക് വരുന്നത് സിറിയൽ പ്രോഡക്ട്സ് ഉണ്ട്. സിറിയൽ പ്രോഡക്ട്സ്. ഓക്കെ, സിറിയൽ പ്രോഡക്ട്സ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. അതായത് അതിൽ നിന്ന് കിട്ടുന്ന പ്രോസസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് പഠിക്കാനുണ്ട്. പിന്നെ അതിൻ്റെ സെലക്ഷൻ, എങ്ങനെ നമുക്ക് സിറിയൽസിനെ സെലക്ട് ചെയ്യാം. സോ സെലക്ഷൻ. ആൻഡ് ലാസ്റ്റ് വൺ അതിൻ്റെ സ്റ്റോറേജ്, എങ്ങനെ നമുക്ക് സിറിയൽസിനെ സ്റ്റോർ ചെയ്യാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ സിറിയൽസിൻ്റെ അണ്ടറിൽ തന്നെ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. സിറിയൽസിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ ആൻഡ് ന്യൂട്രീഷണൽ വാല്യൂ, പിന്നെ സിറിയൽ പ്രോസസ്ഡ് പ്രോഡക്ട്സ് ഉണ്ട്, സെലക്ഷൻ, സ്റ്റോറേജ്. ഇത്രയും കാര്യങ്ങളാണ് സിറിയൽസിൻ്റെ അണ്ടറിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഫുഡ് ഗ്രൂപ്പ്സ് ആൻഡ് സിറിയൽസിൻ്റെ അണ്ടറിലായിട്ട് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്, അതായത് ഫുഡ് ഗ്രൂപ്പ്സിൽ ഇമ്പോർട്ടൻറ്റ് 5 ഗ്രൂപ്പാണ് കേട്ടോ. 5 ഫുഡ് ഗ്രൂപ്പ് വരുന്നതാണ്. ഇനി സിറിയൽസിൽ പ്രോസസ്സ്, അതിനകത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കെമിക്കൽ കോമ്പോസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൻ്റെ സ്റ്റോറേജ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ കുറച്ച് പ്രോസസ്സിങ്സ് ഉണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. സോ ആദ്യം നമുക്ക് ഫുഡ് ഗ്രൂപ്പ്സിനെ പറ്റി പഠിക്കാം. ഫുഡ് ഗ്രൂപ്പ്സ് എന്താണെന്നുള്ളത് ആദ്യം പഠിക്കാം. സോ ഫുഡ് ഗ്രൂപ്പ്സ്. അപ്പോൾ ഫുഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പം നമ്മൾ ഫുഡ് ഐറ്റത്തിനെ അല്ലെങ്കിൽ ഫുഡ്സിനെ നമ്മൾ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തിൻ്റെ ബേസിസിലാണ്? ഒന്ന് അതിൻ്റെ ന്യൂട്രീറ്റീവ് വാല്യൂവിൻ്റെ ബേസിസിലാണ്.
ഓക്കെ, അതിൻ്റെ ന്യൂട്രീറ്റീവ് വാല്യൂൻ്റെ ബേസിസിൽ ഫുഡ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഫുഡിനെ നമ്മൾ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദ ന്യൂട്രീറ്റീവ് വാല്യൂ. ന്യൂട്രീറ്റീവ് വാല്യൂൻ്റെ ബേസിസിൽ നമ്മൾ ഫുഡ് ഐറ്റത്തിനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് എന്തിന് ഹെൽപ്ഫുൾ ആവും? കൺവീനിയൻറ്റ് ഫോർ പ്ലാനിങ് മീൽസ് പ്ലാൻ ചെയ്യാൻ കൺവീനിയൻ്റ് ആയിരിക്കും ഇങ്ങനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത് വഴി. അപ്പോൾ നോക്കിക്കേ, ഫുഡ്സ് ഹാവ് ബീൻ ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ന്യൂട്രീറ്റീവ് വാല്യൂ. അതിൻ്റെ ന്യൂട്രീറ്റീവ് വാല്യൂൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്യുക, അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആൻഡ് അത് എന്തിനു വേണ്ടിയാണ്? ഫോർ ദ കൺവീനിയൻസ് ഓഫ് പ്ലാനിങ് മീൽസ് പ്ലാൻ ചെയ്യാനായിട്ട് കൺവീനിയൻ്റ് ആവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ആൻഡ് ഫുഡ് ഗ്രൂപ്പ്സിൽ നമുക്ക് മെയിനായിട്ടുള്ളത് ബേസിക് ആയിട്ടുള്ള 5 ഗ്രൂപ്പ് ഉണ്ട്. 4 ഉണ്ട്, 5 ഉണ്ട് ആൻഡ് ബേസിക് 7 ഗ്രൂപ്പ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട പോയിന്റുകൾ എന്താണ്? ന്യൂട്രീറ്റീവ് വാല്യൂ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. ന്യൂട്രീറ്റീവ് വാല്യൂ ബേസ് ചെയ്തിട്ടാണ് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി ഓർക്കേണ്ട പോയിന്റ്, എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? കൺവീനിയൻസിന് വേണ്ടിയാണ്. എന്തിന് കൺവീനിയൻസിന് വേണ്ടി? പ്ലാനിങ് മീൽ. ഓക്കെ, കൺവീനിയൻസ് ഓഫ് പ്ലാനിങ് മീൽ, അതിനു വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ഗ്രൂപ്പ് ആക്കുന്നത്. ഇനി ഏതൊക്കെ ഗ്രൂപ്പ്സ് ആണ് വരുന്നത്? ബേസിക് 4 ഉണ്ട്, ബേസിക് 5 ഉണ്ട്, ബേസിക് 7 ഉണ്ട്. ഓക്കെ, ഇത്രയുമാണ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇത്രയും ടൈപ്പ് ഗ്രൂപ്പ്സ് ആണ് നമുക്ക് വരുന്നത്. ഫുഡ് ഗ്രൂപ്പ്സ് ലൈക്ക് ബേസിക് 4, ബേസിക് 5, ബേസിക് 7 ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്ലാനിങ് മീൽസ് ആസ് പെർ ദ കൺവീനിയൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ് ഇവിടുന്ന് ക്ലിയർ ആണല്ലോ. എന്തിന്റെ ബേസിസിലാണ്? ന്യൂട്രീറ്റീവ് വാല്യൂവിന്റെ ബേസിസിലാണ് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? കൺവീനിയൻസ് ഓഫ് പ്ലാനിങ് മീലാണ്. ഏതൊക്കെയാണോ ഉള്ളത്? ബേസിക് 4, ബേസിക് 5 ആൻഡ് ബേസിക് 7. ഓക്കെ, സോ ആദ്യം നമുക്ക് ബേസിക് 4 നോക്കാം. ഓരോ ഗ്രൂപ്പാണ് നമ്മൾ നോക്കാൻ വന്നത്. ഫസ്റ്റ് വൺ ഈസ് ബേസിക് 4. ബേസിക് 4-നകത്ത് അപ്പോൾ എത്രയാണ്? 4 ഗ്രൂപ്പായിരിക്കും അതിനകത്ത് വരിക. 4 ആൾക്കാരായിട്ടായിരിക്കും വരിക. അതിൽ എന്തൊക്കെയാണ്? അത് നമ്മൾ പറഞ്ഞു എന്തിൻ്റെ ബേസിസിലാണ്? ന്യൂട്രീറ്റീവ് വാല്യൂവിൻ്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ആദ്യത്തെ ആളെന്ന് പറയുന്നത് സിറിയൽസും മില്ലറ്റ്സും പൾസസും കൂടെ ചേരുന്ന ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, ഇപ്പോൾ ബേസിക് 4 ഗ്രൂപ്പ്സിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സിറിയൽസും മില്ലറ്റ്സും ആൻഡ് പൾസസും കൂടെ ചേരുന്നതാണ്. അപ്പോൾ ഇനി അവരുടെ ന്യൂട്രീറ്റീവ് വാല്യൂ എന്താണ്? അവരെന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുക? എനർജി, പ്രോട്ടീൻ ആൻഡ് ബി വൈറ്റമിൻസ്. ഓക്കെ, എനർജി, പ്രോട്ടീൻ ആൻഡ് ബി വൈറ്റമിൻ ആണ് അവർ തരുന്നത്. അപ്പം എനർജിയും പ്രോട്ടീനും ബി വൈറ്റമിൻസും ജനറലായിട്ട് തരുന്ന ആൾക്കാരെ എല്ലാവരും കൂടെ നമ്മൾ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഇട്ടു. അതാരാണ്? സിറിയൽസ്, മില്ലറ്റ്സ് ആൻഡ് പൾസസ്. ഓക്കെ, അപ്പോൾ സിറിയൽസ്, മില്ലറ്റ്സ് ആൻഡ് പൾസസ് എനർജി, പ്രോട്ടീൻ, ബി വൈറ്റമിൻ ആണ് അവർ തരുന്നത്. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആണ് രണ്ടാമത്തെ ആള്. വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിൽ നമുക്ക് കിട്ടുന്ന എന്തൊക്കെയാണ്? വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് ഫൈബർ. വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് ഫൈബേഴ്സ് ആണ് എവിടെ നിന്ന് കിട്ടുക? വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് വൺ ഈസ് സിറിയൽസ്, മില്ലറ്റ്സ് ആൻഡ് പൾസസ്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്തൊക്കെയാണ്? എനർജി, പ്രോട്ടീൻ ആൻഡ് ബി വൈറ്റമിൻസ്. എനർജി, പ്രോട്ടീൻ ആൻഡ് ബി വൈറ്റമിൻസ് ആണ് നമുക്ക് എവിടെ നിന്ന് കിട്ടുക? സിറിയൽസ്, മില്ലറ്റ്സ് ആൻഡ് പൾസസിൽ നിന്ന് കിട്ടുന്നത്. ഇനി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് ഫൈബേഴ്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആള് സിറിയൽസ്, മില്ലറ്റ്സ് ആൻഡ് പൾസസ് ആണ്. രണ്ടാമത്തത് ആരാണ്? വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആണ്. ഇനി മൂന്നാമതായിട്ട് വരുന്നത് മിൽക്ക് പ്രോഡക്ട്സ് ആൻഡ് ആനിമൽ ഫുഡ്സ്. മിൽക്കും മിൽക്ക് പ്രോഡക്റ്റും ആനിമൽ ഫുഡ്സും ആണ് അതിനകത്ത് വരിക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുക? പ്രോട്ടീൻ, കാൽഷ്യം, ബി വൈറ്റമിൻസ്. പ്രോട്ടീൻ, കാൽഷ്യം ആൻഡ് ബി വൈറ്റമിൻസ് ആണ് നമുക്ക് മിൽക്ക് പ്രോഡക്ട്സ് ആൻഡ് ആനിമൽ ഫുഡ്സിൽ നിന്ന് കിട്ടുന്നത്. ആൻഡ് ദ ഫോർത്ത് വൺ, വിച്ച് ഇസ് ദ ലാസ്റ്റ് വൺ, ഓയിൽസ്, ഫാറ്റ്സ്, നട്ട്സ് ആൻഡ് ഓയിൽ സീഡ്സ്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ലാസ്റ്റ് ഗ്രൂപ്പ്. ഓയിൽസ്, ഫാറ്റ്സ്, നട്ട്സ് ആൻഡ് ഓയിൽ സീഡ്സ്. അപ്പോൾ ഇതിൽ കൂടുതലും എന്താണ് വരിക? ഓയിലാണ് അല്ലെങ്കിൽ ഫാറ്റ് ആണ്, ലിപ്പിഡ്സ് ആണ് കിട്ടുക. സോ ഒബ്വിയസ്ലി എനർജി കിട്ടും. പിന്നെ ഈ നട്ട്സ് ആൻഡ് ഓയിൽ സീഡ്സിൽ നിന്ന് പ്രോട്ടീനും കൂടി കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ്
ബേസിക് 4 ഗ്രൂപ്പിൽ വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിറിയൽസ്, മില്ലറ്റ്സ് ആൻഡ് പൾസസ്. സിറിയൽസും മില്ലറ്റ്സും പൾസസും കൂടെ ചേരുന്ന ഫസ്റ്റ് ഗ്രൂപ്പ്. അതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ന്യൂട്രിയൻസ് എന്തൊക്കെയാണ്? എനർജി, പ്രോട്ടീൻ ആൻഡ് ബി വൈറ്റമിൻ. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആണ്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്തൊക്കെയാണ്? വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് ഫൈബേഴ്സ്. വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് ഫൈബേഴ്സ് ആണ് നമുക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ നിന്ന് കിട്ടുന്നത്. ഇനി മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് മിൽക്ക് പ്രോഡക്റ്റ് ആൻഡ് അനിമൽ ഫുഡ്സ് ആണ്. മീറ്റ് ഒക്കെ അതിനകത്താണ് വരിക. മിൽക്കും മിൽക്ക് പ്രോഡക്ട്സും, അതായത് ചീസ്, പനീർ, അതും പിന്നെ അനിമൽ പ്രോഡക്ട്സും അതിനകത്താണ് വരിക. സോ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്തൊക്കെയാണ്? പ്രോട്ടീൻ, കാൽഷ്യം ആൻഡ് ബി വൈറ്റമിൻസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഓയിൽ, ഫാറ്റ്, നട്ട്സ് ആൻഡ് ഓയിൽ സീഡ്സ്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എനർജി, പിന്നെ പ്രോട്ടീൻ എവിടെ നിന്നൊക്കെയാണ് കിട്ടുക? നട്ട്സിൽ നിന്നും ഓയിൽ സീഡ്സിൽ നിന്നുമാണ് പ്രോട്ടീൻ കിട്ടുന്നത്. സോ ഇതാണ് ബേസിക് 4 ഗ്രൂപ്പ്സ്. ഏതൊക്കെയാണെന്ന് വരുന്നതെന്ന് നന്നായിട്ട് പഠിക്കുക. അതായത് ഇത് നന്നായിട്ട് പഠിക്കുക ഈ ടേബിൾ. ഇപ്പോൾ സിറിയൽസ്, മില്ലറ്റ്സ്, പൾസസ്, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, മിൽക്ക് പ്രോഡക്ട്സ് ആൻഡ് അനിമൽ ഫുഡ്സ്, ഓയിൽ, ഫാറ്റ്സ്, നട്ട്സ് ആൻഡ് ഓയിൽ സീഡ്സ്. ഇതാണ് 4 ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് വിച്ച് കംസ് അണ്ടർ ബേസിക് 4. ഓക്കെ, ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ളത് പഠിക്കാം. ദാറ്റ് ഈസ് ബേസിക് 5 റെക്കമെൻഡഡ് ബൈ ICMR. ICMR ഫോളോ ചെയ്യുന്നത് ഇതാണ് കേട്ടോ. ബേസിക് 5 ആണ്. അപ്പോൾ നമ്മൾ ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ബേസിക് 5 ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അത് ഏതൊക്കെ ഗ്രൂപ്പുകളാണെന്നുള്ളത് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കാം. സോ ഫസ്റ്റ് ഗ്രൂപ്പിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുക? സിറിയൽസ്, ഗ്രെയിൻസ് ആൻഡ് പ്രോഡക്ട്സ്. സിറിയൽസും ഗ്രെയിൻസും അതിൻ്റെ പ്രോഡക്ട്സുകളുമാണ് ഫസ്റ്റ് ഗ്രൂപ്പിനകത്ത് വരുന്നത്. ആരൊക്കെയാണ് അപ്പോൾ ഇതിനകത്ത് വരിക? റൈസ്, വീറ്റ്, റാഗി, മെയ്സ്, ബാജ്ര, ജോവർ, റൈസ് ഫ്ലേക്സ് ആൻഡ് പഫ്ഡ് റൈസ്. അപ്പം സിറിയൽസും അതിൻ്റെ പ്രോഡക്ട്സും, സിറിയൽസും ഗ്രെയിൻസും അതിൻ്റെ പ്രോഡക്ട്സും കൂടെ ചേരുന്നതാണ് എന്ത്? ഫസ്റ്റ് ഗ്രൂപ്പ്. ഏതാണ്? സിറിയൽസ്, ഗ്രെയിൻസ് ആൻഡ് ദെയർ പ്രോഡക്ട്സ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? റൈസ്, വീറ്റ്, റാഗി, മെയ്സ്, ബാജ്ര, ജോവർ, റൈസ് ഫ്ലേക്സ്, പഫ്ഡ് റൈസ്, അങ്ങനെ വരുന്ന ഐറ്റംസ് എല്ലാം ഇതിൻ്റെ അണ്ടറിലായിട്ടാണ് വരിക. അപ്പോൾ ഇതിനി നമുക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുക? ന്യൂട്രീറ്റീവ് വാല്യൂ നോക്കണമല്ലോ. സോ അപ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? എനർജി, പ്രോട്ടീൻ, ഇൻവിസിബിൾ ഫാറ്റ്, തൈമിൻ, ഫോളിക് ആസിഡ്, റൈബോഫ്ലാവിൻ, അയൺ ആൻഡ് ഫൈബർ. ഇതൊക്കെയാണ് മേജറായിട്ട് സിറിയൽസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ന്യൂട്രിയൻസ്. ഏതൊക്കെയാണ്? എനർജി, പ്രോട്ടീൻ, ഇൻവിസിബിൾ ഫാറ്റ്, തൈമിൻ, ഫോളിക് ആസിഡ്, റൈബോഫ്ലാവിൻ, അയൺ ആൻഡ് ഫൈബർ. ഇത്രയും കാര്യങ്ങളാണ് സിറിയൽസ്, ഗ്രെയിൻസ് ആൻഡ് ഇറ്റ്സ് പ്രോഡക്ട്സിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ നോക്കി വെച്ചേക്കുക. അതിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? എന്തൊക്കെയാണ്? എനർജി കിട്ടുന്നുണ്ട്, പ്രോട്ടീൻ, ഇൻവിസിബിൾ ഫാറ്റ്, തൈമിൻ, ഫോളിക് ആസിഡ്, റൈബോഫ്ലാവിൻ, അയൺ ആൻഡ് ഫൈബർ. ഇത് ഇത്രയാണ് നമുക്ക് സിറിയൽസ്, ഗ്രെയിൻസ് ആൻഡ് ദെയർ പ്രോഡക്ട്സിൽ നിന്ന് കിട്ടുക. ഇനി രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് പൾസസ് ആൻഡ് ലെഗ്യൂംസ്. പൾസസും ലെഗ്യൂംസും കൂടെ ചേരുന്നതാണ് രണ്ടാമത്തെ ഗ്രൂപ്പ്. പൾസസ് ആൻഡ് ലെഗ്യൂംസ്. അപ്പോൾ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആൾക്കാർ കുറച്ച് എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ബംഗാൾ ഗ്രാം, ബ്ലാക്ക് ഗ്രാം, കൗപ്പി, പീസ്, രാജ്മ, സോയാബീൻസ്. ഇതൊക്കെ എന്തിനകത്ത് വരും? പൾസസ് ആൻഡ് ലെഗ്യൂംസിൻ്റെ അണ്ടറിലായിട്ട് വരും. പയറുവർഗ്ഗങ്ങളില്ലേ, പയറുവർഗ്ഗങ്ങളാണ് ഇതിനുള്ളിലായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും? എനർജി കിട്ടുന്നുണ്ട്, പിന്നെ മെയിൻ സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ് അവർ. ഇതിൽ നിന്ന് നമുക്ക് ഇൻവിസിബിൾ ഫാറ്റ് കിട്ടുന്നുണ്ട്, തൈമിൻ, റൈബോഫ്ലാവിൻ, ഫോളിക് ആസിഡ്, കാൽഷ്യം, അയൺ, ഫൈബർ. കാൽഷ്യവും കൂടെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. ബാക്കിയെല്ലാം സിറിയൽസിൽ നിന്ന് കിട്ടുന്നത് പോലെ തന്നെയാണ്. അലോങ് വിത്ത് ദാറ്റ് അതിൽ നിന്ന് നമുക്ക് കാൽഷ്യവും കൂടി കിട്ടും. അപ്പോൾ ഫസ്റ്റ് വൺ സിറിയൽസ്, ഗ്രെയിൻസ് ആൻഡ് പ്രോഡക്ട്സ് ആണ്. സിറിയൽസ്, ഗ്രെയിൻസ് ആൻഡ് പ്രോഡക്ട്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എനർജി, പ്രോട്ടീൻ, ഇൻവിസിബിൾ ഫാറ്റ്, തൈമിൻ, റൈബോഫ്ലാവിൻ, ഫോളിക് ആസിഡ്, ഫൈബർ, അയൺ ഒക്കെയാണ് കിട്ടുക. ഇനി പൾസസ് ആൻഡ് ലെഗ്യൂംസിൽ നമുക്ക് കിട്ടുന്നത് എനർജി, പ്രോട്ടീൻ, ഇൻവിസിബിൾ ഫാറ്റ്, തൈമിൻ, റൈബോഫ്ലാവിൻ, ഫോളിക് ആസിഡ്, കാൽഷ്യം, അയൺ ആൻഡ് ഫൈബർ ആണ് രണ്ടാമത്തെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്നത്, വിച്ച് ഇൻക്ലൂഡ് ദ പൾസസ് ആൻഡ് ലെഗ്യൂംസ്. ഓക്കെ, അപ്പോൾ സിറിയൽസ്, ഗ്രെയിൻസ് ആൻഡ് പ്രോഡക്ട്സ്, രണ്ടാമത്തത് പൾസസ് ആൻഡ് ലെഗ്യൂംസ്. ഇനി മൂന്നാമതായിട്ട് വരുന്നത് മിൽക്ക് ആൻഡ് മീറ്റ് പ്രോഡക്റ്റ് ആണ്. മിൽക്കും മീറ്റ് പ്രോഡക്ട്സും ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ മിൽക്കിൽ വരുന്ന ഏതൊക്കെയാണ്? മിൽക്ക്, കേർഡ്, സ്കിംഡ് മിൽക്ക്, ചീസ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാമാണ് മിൽക്കിൻ്റെ അണ്ടറിലായിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്തൊക്കെയാണ്? പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ആൻഡ് റൈബോഫ്ലാവിൻ. ഇത് റിച്ച് ആണ് എന്ത്? മിൽക്ക് ആൻഡ് മീറ്റ് പ്രോഡക്ട്സിൽ മിൽക്കിൽ വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് വരുന്നതാണ് ചിക്കൻ, ലിവർ, ഫിഷ്, എഗ്, മീറ്റ്. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും? കാൽഷ്യം, പ്രോട്ടീൻ, ഫാറ്റ്, റൈബോഫ്ലാവിൻ പോലത്തെ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും.
കാൽഷ്യം ഇവിടെ നിന്നും കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് രണ്ടിനും നിന്നും ഏകദേശം നമുക്ക് സെയിം സാധനങ്ങൾ തന്നെയല്ലേ കിട്ടുന്നത്. ഓക്കെ, പ്രോട്ടീൻ പ്രോട്ടീൻ, ഫാറ്റ് റൈബോഫ്ലാവിൻ, കാൽഷ്യം. സോ അതുകൊണ്ടാണ് ഇവരെ നമ്മൾ ഒരു ഗ്രൂപ്പിലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഏതാണ്? മിൽക്ക് ആൻഡ് മീറ്റ് പ്രോഡക്ട്സ്. മിൽക്ക് ആൻഡ് മീറ്റ് പ്രോഡക്ട്സിന്റെ അണ്ടറിൽ നമുക്ക് ഏകദേശം സെയിം ന്യൂട്രിയൻസ് ആണ് ഏകദേശം കിട്ടുന്നത്. സോ അതുകൊണ്ട് അവരെ ഒരു ഗ്രൂപ്പിലായിട്ട് പ്ലേസ് ചെയ്തു, മിൽക്ക് ആൻഡ് മീറ്റ് പ്രോഡക്ട്സ്. ക്ലിയർ അല്ലേ? സോ മിൽക്കിനകത്ത് മിൽക്ക് ആൻഡ് മീറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ മിൽക്കും മിൽക്കിന്റെ പ്രോഡക്ട്സും അതിനകത്ത് വരും. മിൽക്ക് കേർഡ്, സ്കിംഡ് മിൽക്ക്, ചീസ്. അതേപോലെ മീറ്റ് പ്രോഡക്ട്സ് വരും, ചിക്കൻ, ലിവർ, ഫിഷ്, എഗ്, മീറ്റ്, അതൊക്കെയാണ് അടുത്തത്. ആൻഡ് ദേ ഷെയർ സെയിം, ഏകദേശം ഓൾമോസ്റ്റ് സെയിം ന്യൂട്രീറ്റീവ് വാല്യൂസ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ഒക്കെ ഏകദേശം സെയിം ആണ് ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക്. ക്ലിയർ ആണല്ലോ? അപ്പം മീറ്റ് പ്രോഡക്ട്സും. ഇനി അടുത്താണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇവരും ഏകദേശം സെയിം ന്യൂട്രിറ്റീവ് വാല്യൂ ഉള്ളവർ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ഉള്ളവരായതുകൊണ്ടാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിനെ ഒറ്റ ഗ്രൂപ്പിലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് പല ക്ലാസ്സസ് വരും. ആദ്യം ഫ്രൂട്ട്സ് വരും. ഫ്രൂട്ട്സിനകത്ത് മാംഗോ, ഗോവ, ടൊമാറ്റോ, പപ്പായ, ഓറഞ്ച്, സ്വീറ്റ് ലൈം, അങ്ങനത്തെ ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫ്രൂട്ട്സ് ആണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ ന്യൂട്രിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കേ. കരോട്ടിനോയിഡ്, വൈറ്റമിൻ സി, റൈബോഫ്ലാവിൻ, ഫോളിക് ആസിഡ്, അയൺ, ഫൈബർ ഒക്കെയാണ് ഫ്രൂട്ട്സിൽ നിന്ന് നമുക്ക് കിട്ടുക. ഇനി രണ്ടാമത് ഇതിനകത്ത് വരുന്നതാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ് അടുത്തത്. അപ്പോൾ ഒന്നാമത് ഫ്രൂട്ട്സ്, രണ്ടാമത്തത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ്. അതിനകത്ത് എന്തൊക്കെ വരാം? അമറാന്തസ്, സ്പിനാച്ച്, ഗോഗു, ഡ്രംസ്റ്റിക് ലീവ്സ്, കൊറിയാൻഡർ ലീവ്സ്, ഫെനുഗ്രീക്ക് ലീവ്സ്, ഇതൊക്കെയാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൻ്റെ അണ്ടറിലായിട്ട് വരും. അപ്പം ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. റൈബോഫ്ലാവിൻ, ഫോളിക് ആസിഡ്, കാൽഷ്യം, ഫൈബർ, അയൺ, കാരോട്ടിനോയിഡ്സ് ഒക്കെ കിട്ടും. ഏകദേശം സെയിം ആണ്. ഇവിടെ കാൽഷ്യവും കൂടെ വരുന്നേ ഉള്ളൂ അല്ലേ. പിന്നെ മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതർ വെജിറ്റബിൾസ് ആണ്. ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ബാക്കി വരുന്ന വെജിറ്റബിൾസ് ലൈക്ക് ക്യാരറ്റ്, ഓണിയൻ, ബ്രിഞ്ചോൾ, ലേഡീസ് ഫിംഗർ, ബീൻസ്, ക്യാപ്സിക്കം, കോളിഫ്ലവർ, ഡ്രംസ്റ്റിക് ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. ഇതിൽ നമുക്ക് കിട്ടുന്നത് കരോട്ടിനോയിഡ്സ്, ഫോളിക് ആസിഡ്, കാൽഷ്യം ആൻഡ് ഫൈബർ ആണ് കിട്ടുന്നത്. അപ്പം ഏകദേശം ഇത് മൂന്നെണ്ണവും നോക്കുമ്പോഴും നമുക്ക് എന്താണ് ഏകദേശം സെയിം ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവരെ എല്ലാത്തിനെയും കൂടെ ഒറ്റ ഗ്രൂപ്പിൽ ഇട്ടേക്കുന്നത്. ദാറ്റ് ഈസ് ഗ്രൂപ്പ് 4 ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അപ്പോൾ ഗ്രൂപ്പ് 4 ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിനകത്ത് ആദ്യം ഒരു ഫ്രൂട്ട്സ് വരും, പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് വരും, പിന്നെ വരുന്നത് അതർ വെജിറ്റബിൾസ് ആണ്. ഫ്രൂട്ട്സിനകത്ത് നമുക്ക് മാംഗോ, ഗോവ അങ്ങനത്തെ എല്ലാ ഫ്രൂട്ട്സും ആണ്. അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുക? കെറോട്ടിനോയിഡ്, വൈറ്റമിൻ സി, റൈബോഫ്ലാവിൻ, ഫോളിക് ആസിഡ്, അയൺ, ഫൈബർ. ഇനി രണ്ടാമത്തെയാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. അതിനകത്ത് എന്തൊക്കെയാണ് വരിക? അമരാന്തസ്, സ്പിനച്ച്, ഗോഗു, ഡ്രംസ്റ്റിക് ലീവ്സ്, കൊറിയാൻഡർ ലീവ്സ്, ഫെനുഗ്രീക്ക് ലീവ്സ് ഒക്കെ അതിനകത്ത് വരുന്നതാണ്. ഫെനുഗ്രീക്ക് ലീവ്സ് ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. മൂന്നാമതായിട്ട് വരുന്നത്, അപ്പൊ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് റൈബോഫ്ലാവിൻ, ഫോളിക് ആസിഡ്, കാൽഷ്യം, ഫൈബർ, അയൺ ആൻഡ് കരോട്ടിനോയിഡ് ആണ്. ആൻഡ് മൂന്നാമത്തത് അതർ വെജിറ്റബിൾസിലാണ്, വിച്ച് ഇൻക്ലൂഡ്സ് ക്യാരറ്റ്, ഓണിയൻ, ബ്രിഞ്ചോൾ, ലേഡീസ് ഫിംഗർ, ബീൻസ്, ക്യാപ്സിക്കം, കോളിഫ്ലവർ, ഡ്രംസ്റ്റിക് ഒക്കെയാണ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് കരോട്ടിനോയിഡ്, ഫോളിക് ആസിഡ്, കാൽഷ്യം ആൻഡ് ഫൈബർ. അതിനകത്ത് വരുന്ന ന്യൂട്രിയൻസ് ഇതൊക്കെയാണ്. സോ അതാണ് 4th ഗ്രൂപ്പ്, വിച്ച് ഇൻക്ലൂഡ്സ് ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇനി നമുക്ക് ലാസ്റ്റ് ഗ്രൂപ്പ് നോക്കാം. ദാറ്റ് ഇസ് ഫാറ്റ്സ് ആൻഡ് ഷുഗേഴ്സ്. ഫാറ്റ്സ് ആൻഡ് ഷുഗേഴ്സ് ആണ് ലാസ്റ്റ് വൺ. ഫാറ്റ്സ് ആൻഡ് ഷുഗേഴ്സ്. അപ്പോൾ ഇതിൽ ഫാറ്റ്സിൽ വരുന്നതാണ് ബട്ടർ, ഗീ, ഹൈഡ്രോജനേറ്റഡ് ഫാറ്റ്, കുക്കിംഗ് ഓയിലൊക്കെ. അപ്പോൾ ഫാറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? ബട്ടർ, ഗീ, ഹൈഡ്രോജനേറ്റഡ് ഫാറ്റ്, കുക്കിംഗ് ഓയിൽ. ആൻഡ് ദേ പ്രൊവൈഡ് എനർജി, എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്, ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ്. അപ്പോൾ ഫാറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഫാറ്റിൽ നിന്ന് നമുക്ക് എനർജി കിട്ടും, പിന്നെ അതിൽ നിന്ന് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സും ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസും കിട്ടും. രണ്ടാമത്താണ് ഷുഗർ ആൻഡ് ജാഗറി. അതിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുക? എനർജി തന്നെയാണ് കിട്ടുക. പിന്നെ ജാഗറിക്കകത്ത് എന്തുണ്ട്? അയൺ വരുന്നുണ്ട്. ഓക്കെ, സോ അതാണ് അതിൻ്റെ ന്യൂട്രീറ്റീവ് വാല്യൂ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് വൺ ഫാറ്റ് ആൻഡ് ഷുഗർ. അതിൽ ഫാറ്റ്സിൽ ബട്ടർ ഉണ്ട്, ഗീ, ഹൈഡ്രോജനേറ്റഡ് ഫാറ്റ്, കുക്കിംഗ് ഓയിൽ ഉണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് എനർജി, എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആൻഡ് ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ്. ആൻഡ് ഷുഗർ ആൻഡ് ജാഗറി ആണ് അടുത്തത്. എനർജി, ജാഗറി ഹാസ് ഗോട്ട് അയൺ ഓൾസോ. അയണും കൂടെ വരും. ക്ലിയർ അല്ലേ? സോ ഇതാണ് 5 ഫുഡ് ഗ്രൂപ്പ്സിൽ വരുന്നത്. ബേസിക് 5 എന്ന് പറയുന്നത് ഇതാണ്. അപ്പം അതിൽ ആദ്യത്തത് സിറിയൽസും
cereals, grains and products ആണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പൾസസും ലെഗ്യൂംസും ആണ്. പൾസസ് ആൻഡ് ലെഗ്യൂംസ്. തേർഡ് വൺ milk and meat products. ഫോർത്ത് നമ്മൾ പഠിച്ചത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. And the last one is fats and sugar. അപ്പോൾ ഈ 5 ഗ്രൂപ്പുകളാണ് ബേസിക് 5-നകത്ത് വരുന്നത്. സിറിയൽസ്, ഗ്രെയിൻസ് ആൻഡ് പ്രോഡക്ട്സ്, പൾസസ് ആൻഡ് ലെഗ്യൂംസ്, മിൽക്ക് ആൻഡ് മീറ്റ് പ്രോഡക്റ്റ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഫാറ്റ്സ് ആൻഡ് ഷുഗർ. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ന്യൂട്രിയൻസ് നന്നായിട്ട് നോക്കി വെച്ചു. ക്ലിയർ ആണല്ലോ? സോ ദാറ്റ്സ് ബേസിക് 5 ഗ്രൂപ്പ്. ICMRൻ്റെ ആണ് കേട്ടോ, അത് ഓർത്ത് വെച്ചേക്കണേ. ഇനി ലാസ്റ്റ് വൺ ആണ് ബേസിക് 7 എന്ന് പറയുന്നത്. ഇതിനകത്ത് 7 ഗ്രൂപ്പ് വരും. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ഈസ് ഗ്രീൻ ആൻഡ് യെല്ലോ വെജിറ്റബിൾസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ഗ്രീൻ ആൻഡ് യെല്ലോ വെജിറ്റബിൾസ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് വരിക? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് കരോട്ടിനോയിഡ്സ്, അസ്കോർബിക് ആസിഡ് ആൻഡ് അയൺ. ഗ്രീൻ കളറിലും യെല്ലോ കളറിലും ഇരിക്കുന്ന വെജിറ്റബിൾസ്. അപ്പോൾ അതായത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസും പ്ലസ് ക്യാരറ്റ് പോലത്തെ വെജിറ്റബിൾസും ആണ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ, ഗ്രീൻ ആൻഡ് യെല്ലോ വെജിറ്റബിൾസ്, കരോട്ടിനോയിഡ്സ്, അസ്കോർബിക് ആസിഡ് ആൻഡ് അയൺ. അസ്കോർബിക് ആസിഡ് എന്ന് പറയുമ്പോൾ അത് എന്താണ്? വൈറ്റമിൻ സി ആണ് അസ്കോർബിക് ആസിഡ്. പിന്നെ വരുന്നതാണ് ഓറഞ്ച്, ഗ്രേപ്പ് ഫ്രൂട്ട്, ടൊമാറ്റോസ്, റോ ക്യാബേജ്. ഓക്കെ, ഓറഞ്ച്, ഗ്രേപ്പ് ഫ്രൂട്ട്, ടൊമാറ്റോ, റോ ക്യാബേജ്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഓറഞ്ച് റെഡിഷ് കളർ വരുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. സോ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ascorbic acid, that is vitamin C. Okay, and the third one is potatoes and other vegetables and fruits. പൊട്ടറ്റോസും പിന്നെ അതർ വെജിറ്റബിൾസ്, ബാക്കി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്ത അതർ വെജിറ്റബിൾസും ബാക്കി ഫ്രൂട്ട്സുകളും ആണ്. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എല്ലാ ടൈപ്പ് ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് കിട്ടും. പിന്നെ ഫൈബർ കിട്ടാറുണ്ട്, കാരണം സെല്ലുലോസ് ഉള്ളതുകൊണ്ട് തന്നെ. ഇപ്പോൾ ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും അതിൻ്റെ സ്കിന്നിൽ നിന്ന് നമുക്ക് സെല്ലുലോസ് കിട്ടും. സോ സെല്ലുലോസ് ഉള്ളതുകൊണ്ട് തന്നെ ഫൈബറും നമുക്ക് കിട്ടും. സെല്ലുലോസ് എന്താണ്? ഒരു ഫൈബറാണ് അല്ലേ, ഒരു ഡയറ്ററി ഫൈബറാണ്. സോ ഫൈബർ ഓഫ് സെല്ലുലോസും കിട്ടും. അപ്പോൾ ആദ്യത്തെ 3 ഗ്രൂപ്പ് നോക്കിക്കേ, അത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് തന്നെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഗ്രീൻ ആൻഡ് യെല്ലോ വെജിറ്റബിൾസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഓറഞ്ച്, ഗ്രേപ്പ് ഫ്രൂട്ട്, ടൊമാറ്റോസ് ഓർ റോ ക്യാബേജ് വരുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അടുത്ത പൊട്ടറ്റോസ്, അതർ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് വരുന്ന അടുത്തൊരു ഗ്രൂപ്പ് വരുന്നുണ്ട്. ഇനി നാലാമതായിട്ട് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്. അത് സെപ്പറേറ്റ് ആയി കേട്ടോ, മിൽക്കും മിൽക്ക് പ്രോഡക്ട്സ് ഒന്നായി. അപ്പം മിൽക്ക് ആൻഡ് മീറ്റ് പ്രോഡക്ട്സ് മാറിയിട്ട് മിൽക്ക് ആൻഡ് മിൽക്കിൻ്റെ പ്രോഡക്ട്സ് എന്നുള്ള ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് വന്നു. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? കാൽഷ്യം, ഫോസ്ഫറസ്, പ്രോട്ടീൻ ആൻഡ് വൈറ്റമിൻസ്. ഇനി 5-മതായിട്ട് എന്ത് വന്നു? മീറ്റ്, പൗൾട്രി, ഫിഷ് ആൻഡ് എഗ്. അപ്പം മീറ്റ് പ്രോഡക്ട്സ് എല്ലാം സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പ് വന്നു. എന്തൊക്കെയാണ്? മീറ്റ്, പൗൾട്രി, ഫിഷ് ആൻഡ് എഗ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആയി. അപ്പം അതിൽ നിന്നും കിട്ടുന്നത് എന്തൊക്കെയാണ്? പ്രോട്ടീൻ, ഫോസ്ഫറസ്, അയൺ, ബി വൈറ്റമിൻസ് ഒക്കെ കിട്ടും. 6-മത്തെ ഗ്രൂപ്പിനകത്താണ് ബ്രെഡ്, ഫ്ലോർ ആൻഡ് സിറിയൽസ് എല്ലാം വരുന്നത് അവിടെയാണ് കേട്ടോ. ബ്രെഡും ഫ്ലോറും സിറിയൽസും ഒക്കെ അവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. വിച്ച് ഇൻക്ലൂഡ്സ് തൈമിൻ, നിയാസിൻ, റൈബോഫ്ലോവിൻ, അയൺ, കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഫൈബർ. അതാണ് ആ ഒരു ഗ്രൂപ്പിനകത്ത് വരുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ 7-നകത്ത് ബട്ടർ ഓർ ഫോർട്ടിഫൈഡ് മാർഗറൈൻസ്. ബട്ടറും അല്ലെങ്കിൽ ഫോർട്ടിഫൈഡ് മാർഗറൈൻസും ആണ്. സോ അതിൽ നിന്ന് ഇപ്പോൾ ഫോർട്ടിഫൈഡ് ആകുമ്പം വൈറ്റമിൻ എ വെച്ച് ഫോർട്ടിഫൈ ചെയ്തിട്ടാണ് എടുക്കുക. സോ വൈറ്റമിൻ എ ഫാറ്റ് ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, സോ ഇതാണ് ബേസിക് 7 എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 3 എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന് ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ ആൻഡ് ഗ്രീൻ കളർ വെജിറ്റബിൾസ് ആയിരുന്നു അല്ലേ, ഗ്രീൻ വെജിറ്റബിൾസ് ആയിരുന്നു. രണ്ടാമത്തത് ഗ്രേപ്പ് ഫ്രൂട്ടും ഓറഞ്ചും ഒക്കെ ചേരുന്ന ഒരു ഗ്രൂപ്പാണ്. ഗ്രേപ്പ് ഫ്രൂട്ട്, ഓറഞ്ച് ഒക്കെ വരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. ടൊമാറ്റോസ് ഒക്കെ വരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. മൂന്നാമതായിട്ട് വന്ന എന്താണ്? പൊട്ടറ്റോ ആൻഡ് അതർ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. അതർ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് വരുന്ന ഗ്രൂപ്പായിരുന്നു. നാലാമതായിട്ട്
മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് വരുന്ന ഒരു ഗ്രൂപ്പ് വന്നു. പിന്നെ വന്ന എന്താണ്, മീറ്റ് ഫിഷ് എഗ്ഗൊക്കെ വരുന്ന ഒരു ഗ്രൂപ്പ്, പൗൾട്രി ഒക്കെ വരുന്നത് ആ ഒരു ഗ്രൂപ്പിലാണ്. പിന്നെ ബ്രെഡ്, ഫ്ലോർ, cereals ഒക്കെ വരുന്ന, അതായത് cereal and cereal products വരുന്ന ഒരു ഗ്രൂപ്പ് വന്നു. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ബട്ടർ ഓർ ഫോർട്ടിഫൈഡ് മാർഗറിൻസ് വരുന്ന 7ാമത്തെ ഗ്രൂപ്പ്. അങ്ങനെ 7 ഗ്രൂപ്പാണ്. ദാറ്റ് ഈസ് ബേസിക് 7 ഗ്രൂപ്പ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ആ ഫുഡ് ഗ്രൂപ്പ്സ് ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് അടുത്തതിലേക്ക് പോവാം. സോ ഫസ്റ്റ് വൺ ഈസ് ബേസിക് 4 ഗ്രൂപ്പ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് വൺ ഈസ് സിറിയൽസ്, മില്ലറ്റ്സ്, പൾസസ് ആണ്. സെക്കൻഡ് ഈസ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. തേർഡിനകത്ത് മിൽക്കും മിൽക്ക് പ്രോഡക്റ്റും ആനിമൽ പ്രോഡക്ട്സും ആണ് വന്നത്. പിന്നെ ഓയിൽ, ഫാറ്റ്, നട്ട്സ് ആൻഡ് ഓയിൽ സീഡ്സ്, അത് വരുന്ന അടുത്തൊരു ഗ്രൂപ്പ്. ഇനി ബേസിക് 5ലേക്ക് പോയപ്പം സിറിയൽസ്, ഗ്രെയിൻസ് ആൻഡ് പ്രോഡക്ട്സ് ഫസ്റ്റ് ഗ്രൂപ്പായിട്ട് വന്നു. രണ്ടാമത് പൾസസ് ആൻഡ് ലെഗ്യൂംസ് ആണ്. മൂന്നാമതായിട്ട് മിൽക്ക് ആൻഡ് മീറ്റ് പ്രോഡക്ട്സ് വന്നു. നാലാമതായിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും. 5 ഷുഗർ ആൻഡ് ഫാറ്റ്സും ആണ് വന്നത്. ഓക്കെ, അങ്ങനെ 5 ഗ്രൂപ്പായിരുന്നു വന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ബേസിക് 7 എന്ന് പറയുന്നതിനകത്ത് ഗ്രീൻ ആൻഡ് യെല്ലോ വെജിറ്റബിൾസ്, ഓറഞ്ച്, ഗ്രേപ്പ് ഫ്രൂട്ട്, ടൊമാറ്റോ ആൻഡ് റോ ക്യാബേജ്, പൊട്ടറ്റോ, അതർ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് വന്നു. പിന്നെ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, മീറ്റ്, പൗൾട്രി, ഫിഷ് ആൻഡ് എഗ്, ബ്രെഡ്, ഫ്ലോർ, സിറിയൽസ്, ബട്ടർ ഓർ ഫോർട്ടിഫൈഡ് മാർഗറിൻ. ഇത്രയാണ് ബേസിക് 7നകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഫുഡ് ഗ്രൂപ്പ്സിൽ വരുന്നത്. ഇനി ഇതിന് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, നമുക്ക് മീൽ പ്ലാൻ ചെയ്യാൻ കൺവീനിയൻ്റ് ആവാൻ വേണ്ടി, അല്ലെങ്കിൽ കൺവീനിയൻസിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഫുഡ് ഐറ്റത്തിനെ ഗ്രൂപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ബാലൻസ്ഡ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ഒരു ബാലൻസ്ഡ് ന്യൂട്രിയൻസ് നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മളുടെ ഈ ബേസിക് ആയിട്ടുള്ള ഫുഡ് ഗ്രൂപ്പ്സിൽ നിന്നെല്ലാം എന്ത് ഇൻക്ലൂഡ് ചെയ്യണം? ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അപ്പോഴാണ് നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് എല്ലാം കിട്ടുക. അപ്പം ഫോർ എ ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഇൻക്ലൂഡ് ഫുഡ് ഐറ്റംസ് ഫ്രം ഈച്ച് ഫുഡ് ഗ്രൂപ്പ്സ്. എല്ലാ ഫുഡ് ഗ്രൂപ്പ്സിൽ നിന്നും നമ്മൾ ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു ബാലൻസ്ഡ് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് നമുക്ക് അങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുക. So in planning balanced diet, food should be chosen from each group in sufficient quantity. Sufficient quantityയിൽ ഈച്ച് ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ഫുഡ് ഐറ്റംസ് സെലക്ട് ചെയ്തിരിക്കണം. ക്ലിയർ അല്ലേ? ആൻഡ് സിറിയൽസും പൾസസും നമ്മൾ അഡിക്വേറ്റ് എമൗണ്ടിൽ എടുക്കണം, നല്ല രീതിയിൽ എടുക്കുക. ഫ്രൂട്ട്സും വെജിറ്റബിളും ലിബറലി എടുക്കാം, നമുക്ക് എത്രത്തോളം വേണമെങ്കിലും എടുക്കാം. ആനിമൽ ഫുഡ്സ് എന്ത് എടുക്കണം? മോഡറേറ്റ് എമൗണ്ടിൽ വേണം നമ്മൾ എടുക്കാൻ. ഓയിൽ ആൻഡ് ഷുഗേഴ്സ് സ്പാരിംഗ്ലി, വല്ലപ്പോഴും ഒക്കെ ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പം ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഫുഡ് ഐറ്റംസ് എടുക്കേണ്ടത്. അപ്പം അതിൽ സിറിയൽസ് ആൻഡ് പൾസസ് ആണ് നമ്മൾ അഡിക്വേറ്റ് എമൗണ്ടിൽ എടുക്കേണ്ടത് ഫോർ അവർ എനർജി. ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മൾ ലിബറലി എടുക്കാം. ആനിമൽ ഫുഡ്സ് എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് എമൗണ്ടിൽ വേണം എടുക്കാൻ, അല്ലെങ്കിൽ മോഡറേറ്റ് ആയിട്ട് വേണം എടുക്കാൻ. ഓയിൽസ് ആൻഡ് ഷുഗേഴ്സ് സ്പാരിംഗ്ലി ആയിരിക്കണം എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. സിറിയൽസ് ആൻഡ് പൾസസ് ടേക്കൺ അഡിക്വേറ്റ്ലി, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ലിബറലി, ആനിമൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആനിമൽ ഫുഡ് മോഡറേറ്റ്ലി എടുക്കുക, ഓയിൽസ് ആൻഡ് ഷുഗേഴ്സ് സ്പാരിംഗ്ലി എടുക്കുക. അപ്പോഴാണ് നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റ് എടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ന്യൂട്രീഷൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഫുഡ് ഗ്രൂപ്പ് പിരമിഡ് എന്നുള്ള ഒരെണ്ണമുണ്ട്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമില്ലേ, എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളതിൻ്റെ ബേസിസിൽ വരുന്നതാണ് ഈ ഫുഡ് ഗ്രൂപ്പ് പിരമിഡ്. സോ ഇറ്റ് ഈസ് മീൻ ഫോർ used by the general healthy population as a guide for the amount and type of food to be included. അപ്പോൾ ഒരു ഡെയിലി ഡയറ്റിനകത്ത് നമ്മൾ ഓരോ ഫുഡ് ഗ്രൂപ്പിൽ നിന്നും എത്രത്തോളം എമൗണ്ടിലാണ് എടുക്കേണ്ടത് എന്നത് വെച്ചിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അത് നമുക്കൊരു പിരമിഡായിട്ടാണ് കിട്ടുന്നത്. അത് ഇങ്ങനെ വരും. സോ ഈ പിരമിഡിൽ കൂടുതൽ എമൗണ്ടിൽ നമ്മൾ എടുക്കേണ്ടതാണ് ഈ സാധനമാണ്, കണ്ടോ? സിറിയൽസ് വിച്ച് ഇൻക്ലൂഡ് ഹോൾ ഗ്രെയിൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പം സിറിയൽസ് ഇൻക്ലൂഡ് ഹോൾ ഗ്രെയിൻസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. അതാണ് ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. അതിൽ മെയിനായിട്ടും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസും യെല്ലോ ഓറഞ്ച് ഫ്രൂട്ട്സും ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. മൂന്നാമതായിട്ട് വരുന്നത് പൾസസ് ആണ്. അതിൽ സോയാബീൻസ്, സ്പ്രൗട്ടഡ് ഗ്രാംസ് ഒക്കെ, അതായത് മുളപ്പിച്ച പയറൊക്കെ എടുക്കുന്നത് നല്ലതാണ്. പിന്നെ മിൽക്ക് ആൻഡ് മീറ്റ് എടുക്കുക. ലോ ഫാറ്റ് മിൽക്കാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഏറ്റവും ചെറിയ എമൗണ്ടിൽ എടുക്കേണ്ടത് ഷുഗർ ആൻഡ് ഓയിലാണ്. അതിൽ ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് പോളി അൺസാച്ചുറേറ്റഡ്
ഫാറ്റി ആസിഡ് ഉള്ളത് ചൂസ് ചെയ്യാൻ നോക്കുക. അപ്പോഴാണ് നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റുക. അപ്പോൾ ഇത് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് അതിനകത്ത് വരിക. അപ്പം ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത് സിറിയൽസ് ആണ്. അതിൽ തന്നെ ഹോൾ ഗ്രെയിൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഏറ്റവും ഹെൽത്തി. ഓക്കെ, ഹോൾ ഗ്രെയിൻസ് ഇൻക്ലൂഡ് ചെയ്യാം. രണ്ടാമതായിട്ട് വരുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഓക്കെ, അതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ്. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ് നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഫ്രൂട്ട്സിൽ തന്നെ എന്തെടുക്കുക? യെല്ലോ ഓറഞ്ച് ഫ്രൂട്ട്സ് എടുക്കുക. യെല്ലോ ഓറഞ്ച് ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഇനി പൾസസ് എടുക്കുമ്പം അടുത്ത ക്ലാസ് എന്ന് പറയുന്ന പൾസസ് ആണ്. അതിൽ തന്നെ നമ്മൾ സോയാബീൻസ് ഒക്കെ നന്നായിട്ട് എടുക്കുക. നല്ല പ്രോട്ടീൻ കിട്ടുന്നതാണ് കേട്ടോ സോയാബീൻസ് ഒക്കെ. അപ്പോൾ അത് നന്നായിട്ട് എടുക്കുക. അതേപോലെ സ്പ്രൗട്ടഡ് ആയിട്ടുള്ള ഗ്രാംസ് എടുക്കാൻ നോക്കുക. പയറുവർഗ്ഗങ്ങൾ എടുക്കാൻ നോക്കുക. സ്പ്രൗട്ട് ചെയ്ത് മുളപ്പിച്ചത് ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ വരുന്നത് മിൽക്ക് ആൻഡ് മീറ്റ് ആണ്. മിൽക്ക് ആൻഡ് മീറ്റ് പ്രോഡക്ട്സ് അത് നമ്മൾ എപ്പോഴും എടുക്കുമ്പം ലോ ഫാറ്റ് മിൽക്ക് എടുക്കുക. ലോ ഫാറ്റ് മിൽക്ക് മാക്സിമം യൂസ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് വൺ ആണ് ഷുഗർ ആൻഡ് ഓയിൽ. ഷുഗർ ആൻഡ് ഓയിൽ അതിൽ തന്നെ എവിടെ കൂടുതൽ എടുക്കേണ്ടത്? പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് കൂടുതൽ യൂസ് ചെയ്യുക. പൂഫ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് കൂടുതൽ യൂസ് ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് നോക്കിക്കേ, ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത് സിറിയൽസ് ആണ്. അത് വോൾ ഗ്രെയിൻസ് ആണ് എടുക്കേണ്ടത്. പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. അതിൽ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസും യെല്ലോ ഓറഞ്ച് ഫ്രൂട്ട്സും ആണ്. പിന്നെ പൾസസ് ആണ്. പൾസസിൽ സോയാബീൻ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക. സ്പ്രൗട്ടഡ് ആയിട്ടുള്ള ഗ്രാംസ് കൂടുതൽ യൂസ് ചെയ്യുക. പിന്നെ മിൽക്ക് ആൻഡ് മീറ്റിൽ നോക്കുകയാണെങ്കിൽ ലോ ഫാറ്റ് മിൽക്ക് കൺസ്യൂം ചെയ്യാൻ നോക്കുക. പിന്നെ ഷുഗർ ആൻഡ് ഓയിൽസിൽ തന്നെ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എടുക്കാനാണ് നല്ലത്. അത് കൂടുതൽ യൂസ് ചെയ്യും. അപ്പോൾ അത്രയാണ് നമ്മളെ ഫുഡ് ഗ്രൂപ്പ്സ് ആൻഡ് ഫുഡ് പിരമിഡിനകത്ത് വരുന്നത്. അപ്പം ഫുഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫോർ പ്ലാനിങ് മീൽ നമ്മളെ കൺവീനിയൻസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ ഫുഡ് ഐറ്റത്തിനെ ഓരോ ഗ്രൂപ്പായിട്ട് പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് ഓരോ ഗ്രൂപ്പിൽ നിന്നുള്ള ഐറ്റംസ് നമ്മൾ ഒരു ബാലൻസ്ഡ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ ഫുഡ് ഗ്രൂപ്പ് പിരമിഡ് എന്ന് പറയുമ്പോൾ എത്രത്തോളം എമൗണ്ടിലാണ് ഓരോ ഗ്രൂപ്പിൽ നിന്ന് ഐറ്റം എടുക്കുന്നത് അത് വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് ഈ ഫുഡ് ഗ്രൂപ്പ് പിരമിഡ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ എടുക്കേണ്ട സിറിയൽസ്, പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ, പിന്നെ പൾസസ്, പിന്നെ മിൽക്ക് ആൻഡ് മീറ്റ്, പിന്നെ ഷുഗർ ആൻഡ് ഓയിൽ ആണ് എടുക്കേണ്ടത്. ഷുഗർ ആൻഡ് ഓയിൽ സ്മോൾ എമൗണ്ടിലൊക്കെയാണ് നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? സോ ഇതാണ് ഫുഡ് ഗ്രൂപ്പ്സ് ആൻഡ് ഫുഡ് ഗ്രൂപ്പ് പിരമിഡിൽ വരുന്നത്. അപ്പോൾ ഇതിൽ ഈ ഫുഡ് ഗ്രൂപ്പിൽ വരുന്ന സിറിയൽസിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് സിറിയൽസ് ഉണ്ട്, പിന്നെ പൾസസ്, നട്ട്സും ഓയിൽ സീഡ്സിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സും, പിന്നെ നമുക്ക് പൗൾട്രി, എഗ്ഗ്, മീറ്റ്, ഫിഷിനെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ബിവറേജസ് ഉണ്ട്, സ്പൈസസിനെ പറ്റിയും പഠിക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് അതിലും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. അതായത് അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ, അതിൻ്റെ പ്രോസസ്ഡ് പ്രോഡക്ട്സ്, അതിൻ്റെ സ്റ്റോറേജ്, സെലക്ഷൻ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു സെക്ഷനിൽ നോക്കാനായിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇന്ന് ആദ്യം നമ്മൾ നോക്കുന്നത് സിറിയൽസിനെ പറ്റിയാണ് കേട്ടോ. അതായത് ഫുഡ് ഗ്രൂപ്പ്സ് ആൻഡ് സിറിയൽസും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ സിറിയൽസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ സിറിയൽസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിറിയൽ ഗ്രെയിൻസ് എന്ന് പറയുന്നത് എന്താണ്? സീഡ്സ് ആണ്. അതായത് നമുക്ക് ഗ്രാസ് ഫാമിലി അല്ലെങ്കിൽ പൊയേസിയ എന്ന് പറയും ഫാമിലി. പൊയേസിയ ഫാമിലിയിൽ വരുന്ന ആൾക്കാരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന സീഡ്സ് ആണ് എന്ത്? സിറിയൽ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. സോ സിറിയൽ ഗ്രെയിൻസ് ആർ സീഡ്സ് ഓഫ് ഗ്രാസ് ഫാമിലി. ഗ്രാസ് ഫാമിലിയുടെ അവിടുത്തെ പ്ലാന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ക്രോപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സീഡ്സ് ആണ് എന്ത്? സിറിയൽസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ മേജറായിട്ട് വരുന്ന സിറിയൽ ക്രോപ്സ് അല്ലെങ്കിൽ ഹോളിലും മേജറായിട്ട് വരുന്ന സിറിയൽ ക്രോപ്സ് എന്ന് പറയുന്നത് റൈസ്, വീറ്റ്, മെയ്സ് അല്ലെങ്കിൽ കോൺ എന്ന് പറയും, ജോവർ, റാഗി, ബാജ്ര ഒക്കെയാണ് പ്രിൻസിപ്പൽ സിറിയൽ ക്രോപ്സ്. പ്രിൻസിപ്പൽ സിറിയൽ ക്രോപ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? റൈസ്, വീറ്റ്, മെയ്സ് ഓർ കോൺ, ജോവർ, റാഗി ആൻഡ് ബാജ്ര. ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള സിറിയൽ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഈസി ആയിട്ട് നമുക്കതിനെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. സോ അതേപോലെ റിലേറ്റീവ്ലി ലോ കോസ്റ്റ് ആണിത്. ആൻഡ് ന്യൂട്രീഷണൽ കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ അതെന്താണ്? നന്നായിട്ട്, അതായത് നമുക്ക് വേണ്ട എനർജി ഒക്കെ അതേപോലെ വൈറ്റമിൻസ് ഒക്കെ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിറിയൽ ഫുഡ്സുകൾ വേൾഡ് വൈഡ് ആയിട്ട് നന്നായിട്ട് യൂസ് ചെയ്യുന്ന
പ്രോഡക്ട്സ് ആണ്, അല്ലെങ്കിൽ ഫുഡ് ഗ്രൂപ്പ്സ് ആണ്, അല്ലെങ്കിൽ ഫുഡ് ഐറ്റം ആണ് എന്ത് ഈ സീരിയൽസ് എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെ കൊണ്ടാണ്? ഒന്ന്, ഈസി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ആൻഡ് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ലോ കോസ്റ്റ് ആണ്, കമ്പാരിറ്റീവ്ലി അല്ലെങ്കിൽ റിലേറ്റീവ്ലി ലോ കോസ്റ്റ് ആണ്. പിന്നെ ന്യൂട്രീഷണൽ ഡിസ്ട്രിബ്യൂഷനും അതിന് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സിറിയൽസ് ആണ് വേൾഡ് വൈഡ് ആയിട്ട് കൂടുതൽ യൂസ് ചെയ്യുന്ന ഫുഡ് ഐറ്റം. ഓക്കെ, ആൻഡ് ദേ ആർ ദ സ്റ്റേപ്പിൾ ഫുഡ് ഇൻ ദ ഡയറ്റ് ഓഫ് മോസ്റ്റ് പോപ്പുലേഷൻ ഗ്രൂപ്പ്. മോസ്റ്റ് ഓഫ് ദ പോപ്പുലേഷൻ ഗ്രൂപ്പിൻ്റെയും ഒരു സ്റ്റേപ്പിൾ ഫുഡായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ സിറിയൽസ് ആണ്. ഇപ്പം നമ്മളായാലും ഏത് നാട്ടിലെടുത്ത് നോക്കിയാലും അവിടെ എന്തെങ്കിലും അവർ മേജറായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിലെല്ലാം എന്ത് തന്നെ കാണും, ഈ സിറിയൽസ്, റൈസോ വീറ്റോ മൈസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സിറിയൽസ് ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ സിറിയൽ ഈസ് ദ സ്റ്റേപ്പിൾ ഫുഡ് ഇൻ ദ ഡയറ്റ് ഓഫ് മോസ്റ്റ് പോപ്പുലേഷൻ ഗ്രൂപ്പ്സ്. അപ്പോൾ സിറിയൽസ് എന്ന് പറയുമ്പം സിറിയൽ ഗ്രെയിൻസ് എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ ദ സീഡ് ഓഫ് ഗ്രാസ് ഫാമിലി. ഗ്രാസ് ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന സീഡ്സ് ആണ് ഈ സിറിയൽ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. ആൻഡ് അതിലെ മേജർ ക്രോപ്സ് എന്ന് പറയുന്നത് റൈസ്, വീറ്റ്, മൈസ്, കോൺ, ജോവർ, റാഗി, ബാജ്ര ഒക്കെയാണ്. ആൻഡ് ഇതാണ് മോസ്റ്റ് അല്ലെങ്കിൽ മേജർ സ്റ്റേപ്പിൾ ഫുഡ് അല്ലെങ്കിൽ സ്റ്റേപ്പിൾ ഫുഡ് ഇൻ ദ ഡയറ്റ് ഓഫ് മോസ്റ്റ് പോപ്പുലേഷൻ ഗ്രൂപ്പ്സ്. ആൻഡ് ഇനി സിറിയൽസിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു സിറിയൽ ഗ്രെയിൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ വരുമെന്ന് നോക്കാം. സോ സിമിലർ മിക്ക സിറിയൽ ഗ്രെയിൻസിനും, അതിപ്പോൾ റൈസ് ആയാലും വീറ്റ് ആയാലും എല്ലാം എടുത്ത് നോക്കുകയാണെങ്കിലും ഏകദേശം അവർക്കൊരു സിമിലർ സ്ട്രക്ചർ ആയിരിക്കും കാണിക്കുക. അതിൽ തന്നെ 83% എന്താണ്? എൻഡോസ്പേം ആണ്. 14.5% അവരുടെ ജേം വരും. പിന്നെ 2.5% അവരുടെ ബ്രാൻ വരും. ഔട്ടർ ലെയർ ആണ് ബ്രാൻ എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ്? 3 പാർട്സ് ആണ് അതിനകത്ത് വരിക, 3 സ്ട്രക്ചേഴ്സ്. ബ്രാൻ ഉള്ളിൽ വെളിയിലായിട്ട് കാണും, പിന്നെ എൻഡോസ്പേം കാണും, പിന്നെ ജേം കാണും. ഓക്കെ, ഇതാണ് മേജറായിട്ട് വരുന്ന പാർട്സുകൾ: ബ്രാൻ, എൻഡോസ്പേം ആൻഡ് ജേം. അപ്പം അതിൽ 83% എന്താണ്? അപ്രോക്സിമേറ്റ്ലി 83% എൻഡോസ്പേം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് എൻഡോസ്പേം ആണ്. പിന്നെ വരുന്നത് ജേം ആണ്. ആൻഡ് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് കാണുന്നതാണ് ബ്രാൻ. അതാണ് ഔട്ടറായിട്ട് വരുന്ന പോർഷനാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം, ഓരോ പാർട്ട് നമുക്ക് നോക്കാം. ബ്രാൻ വിച്ച് ഈസ് പെരികാർപ്പ് എന്ന് നമ്മൾ വിളിക്കും. ഫ്രൂട്ടിൻ്റെ പെരികാർപ്പാണ് വരിക. സോ ഇറ്റ് ഈസ് ദ ഔട്ടർ പ്രൊട്ടക്റ്റീവ് ലെയർ. അത് എപ്പിഡെർമിസും ഹൈപ്പോഡെർമും ട്യൂബ് സെൽസും എല്ലാം കൂടെ ചേരുന്ന ഏറ്റവും ഔട്ടർ ലെയർ ആണെന്ന് അത്രയും നമ്മൾ ഓർത്താൽ മതി. നമുക്ക് ബോട്ടണി പോലെ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണേ, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ബ്രാൻ ഇസ് ദ ഔട്ടർ പ്രൊട്ടക്റ്റീവ് ലെയർ. പിന്നെ വരുന്ന സ്ട്രക്ചർ സീഡ് കോട്ടാണ്, ടെസ്റ്റ എന്ന് പറയും. അത് ആ ഗ്രെയിൻസിൻ്റെ കളർ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു തിൻ ലെയർ ആണ്. ഓക്കെ, ആ ഒരു തിൻ ലെയർ ആണ് എന്ത്? സീഡ് കോട്ട് എന്ന് പറയുന്ന പുറത്തായിട്ടുള്ള ഒരു തിൻ ലെയർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ എ കളർലെസ് ഹൈലൈൻ ലെയർ അതിനകത്ത് വരുന്നുണ്ട്. അതിനെ ഫോളോ ചെയ്തൊരു ഹൈലൈൻ ലെയറും കൂടെ വരും. അപ്പോൾ അത് തിൻ ലെയർ ദാറ്റ് ഓഫൺ ഡിറ്റർമൈൻസ് ദ ഗ്രെയിൻസ് ക്യാരക്ടറിസ്റ്റിക് കളർ. ഇനി അലുറോൺ ലെയർ ഉണ്ട് കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അലുറോൺ ലെയർ എന്ന് പറയുന്നത് എൻഡോസ്പേമിനെ സറൗണ്ട് ചെയ്ത് കാണുന്ന ഒരു ന്യൂട്രിയൻ റിച്ച് ലെയർ ആണ്. എൻഡോസ്പേമിനെ സറൗണ്ട് ചെയ്ത് കാണുന്ന ന്യൂട്രിയൻ റിച്ച് ലെയർ ആണ് എന്ത്? അലുറോൺ ലെയർ എന്ന് പറയുന്നത്. ഇതിനകത്താണ് പ്രോട്ടീനും ഓയിലും മിനറൽസും നിക്കോട്ടിനിക് ആസിഡും ഒക്കെ വരുന്നത്. ഓക്കെ, സോ ഈ അലുറോൺ ലെയറിലാണ് ന്യൂട്രിയൻസ് കുറച്ചായിട്ടുണ്ട്. ഏതൊക്കെയാണ് മെയിനായിട്ട് വരിക? പ്രോട്ടീൻ, ഓയിൽ, മിനറൽസ് ആൻഡ് നിക്കോട്ടിനിക് ആസിഡ്. പിന്നെ വരുന്ന മേജർ പാർട്ട് എന്ന് പറയുന്നത് എൻഡോസ്പേം ആണ്. എൻഡോസ്പേം ആണ് മെയിൻ കമ്പോണൻറ്റ്. അതിനകത്ത് കൂടുതലും എന്താണ്? സ്റ്റാർച്ച് ആണ്, കാർബോഹൈഡ്രേറ്റ് ആണ് മെയിനായിട്ട് വരുന്നത്. സ്റ്റാർച്ച് ഗ്രാന്യൂൾസ് ആണ് അതിനകത്ത് കാണുക. അലോങ് വിത്ത് ദാറ്റ് അതിനകത്ത് പ്രോട്ടീൻ കാണും. പ്രോട്ടീൻ മാട്രിക്സിനുള്ളിലായിട്ട് സ്റ്റാർച്ച് ഗ്രാന്യൂൾസ് ഇങ്ങനെ എംബഡ് ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് എൻഡോസ്പേം വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് വരിക? കാർബോഹൈഡ്രേറ്റ് ഓർ സ്റ്റാർച്ച് പ്ലസ് പ്രോട്ടീൻ ആണ് എൻഡോസ്പേമിനകത്ത് ഉള്ളത്. ഓക്കെ, എൻഡോസ്പേമിനകത്ത് ഉള്ളത്. ഒരു അലുറോൺ ലെയറിലാണ് പ്രോട്ടീനും ഓയിലും മിനറൽസും നിക്കോട്ടിനിക് ആസിഡും ഒക്കെ ഉള്ളത്. ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നത് എംബ്രിയോ ഓർ ദ ജേം. ഇതാണ് വളർന്ന് എന്തായിട്ട് മാറുക? ജേർമിനേറ്റ് ചെയ്ത് മുളച്ചിട്ട് പുറത്തേക്ക് വരുന്നത്, സീഡ്ലിംഗ് ആയിട്ട് മാറുന്നത് ഈ ജേം ആണ്. അപ്പം അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ ആണ് അതിനകത്ത് കൂടുതലായിട്ട് ഉള്ളത്.
ആൻഡ് ഈ ഈ ജേമിനെ എൻഡോസ്പേമിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് സ്ക്യൂട്ടലം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുക. ആ സ്ക്യൂട്ടലമാണ് അതിനെ ജെർമിനേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക, അതായത് മുളച്ച് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് എംബ്രിയോ ഓർ ദ ജേം. ആൻഡ് ഇറ്റ് ഈസ് റിച്ച് ഇൻ ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ. നമുക്ക് ആ ന്യൂട്രിയൻ വാല്യൂ ആണ് അറിയേണ്ടത് കേട്ടോ. ഓരോ പാർട്ടിന് എന്തൊക്കെ ന്യൂട്രിയൻസ് ആണ് വരുന്നതെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. സോ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ബ്രാൻ ഓർ ദ പെരികാർപ്പ്, ദ ഔട്ടർ പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് ബ്രാൻ എന്ന് പറയുന്നത്. അതിനകത്തും വൈറ്റമിൻസ് ഒക്കെ നന്നായിട്ട് മിനറൽസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ സീഡ് കോട്ട്, ദാറ്റ് ഈസ് ദ ടെസ്റ്റ. അത് കഴിഞ്ഞ് അലറോൺ ലെയർ. ഈ അലറോൺ ലെയറിലാണ് പ്രോട്ടീനും ഓയിലും മിനറൽസും നിക്കോട്ടിനിക് ആസിഡും ഒക്കെ ഉള്ളത്. പിന്നെ എൻഡോസ്പേം വിച്ച് ഈസ് റിച്ച് ഇൻ കാർബോഹൈഡ്രേറ്റ്, അതേപോലെ അതിനോട് കൂടെ പ്രോട്ടീനും കാണും. പിന്നെ എംബ്രിയോ ഓർ ദ ജേം വിച്ച് ഈസ് റിച്ച് ഇൻ ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ട്രക്ചർ ഓഫ് സിറിയൽസിൽ ഉള്ളത്. ഇനി ഇതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ, അതായത് സിറിയൽസ്, മേജർ ആയിട്ടുള്ള സിറിയൽസ്, നമുക്ക് ഓൾമോസ്റ്റ് മിക്ക സിറിയൽസിലും ഏകദേശം സിമിലർ കോമ്പോസിഷൻസ് ആണ് വരുന്നത്. കുറച്ചൊക്കെ ഉള്ളൂ വേരിയേഷൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് കെമിക്കൽ കോമ്പോസിഷൻ ഓൾ ടുഗദർ പഠിക്കാം. ഫസ്റ്റ് വൺ ഈസ് എനർജി. സിറിയൽസ് ആണ് എനർജി പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ ഫുഡ് ഐറ്റം എന്ന് പറയുന്നത്. സോ സിറിയൽസ് ആർ ദ മെയിൻ സോഴ്സ് ഓഫ് എനർജി. മെയിൻ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് സിറിയൽസ് ആണ്. 70 to 80% നമുക്ക് വേണ്ട 70 to 80% എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക? സിറിയൽസിൽ നിന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ സിറിയൽസ് ആർ ദ മെയിൻ സോഴ്സ് ഓഫ് എനർജി ആൻഡ് ഇറ്റ് കോൺട്രിബ്യൂട്ട് 70 to 80% ഓഫ് ദ റിക്വയർമെൻറ്റ്. നമ്മളുടെ എനർജി റിക്വയർമെൻറ്റിൻ്റെ ഒരു 70 to 80% സിറിയൽസിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഒരു 100 gram സിറിയൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് പ്രൊവൈഡ്സ് ഓൾമോസ്റ്റ് ഒരു മോർ ദാൻ ഒരു 340 kcal ഓഫ് എനർജി പ്രൊവൈഡ് ചെയ്യും. അപ്പം അപ്രോക്സിമേറ്റ്ലി ഓർ മോർ ദാൻ 340 ആണ് നമുക്ക് കിട്ടുക. ഒരു 100 ഗ്രാമിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 340 kcal ഒക്കെ എനർജി കിട്ടും. അപ്പോൾ ഫസ്റ്റ് വൺ കെമിക്കൽ കോമ്പോസിഷൻ പഠിക്കുക, അതേപോലെ ന്യൂട്രിയൻ വാല്യൂം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് എനർജിയാണ്. മെയിൻ സോഴ്സ് ഓഫ് എനർജി ആണ് സിറിയൽസ് എന്ന് പറയുന്നത്. 70 to 80% നമുക്ക് വേണ്ട റിക്വയർഡ് എനർജിയുടെ 70 to 80% സിറിയൽസിൽ നിന്നാണ് കിട്ടുക. 100 grams ഓഫ് സിറിയൽസിൽ നിന്ന് നമുക്ക് 340 kcal ഓഫ് എനർജി കിട്ടും. പിന്നെ വരുന്നത് കെമിക്കൽ കോമ്പോസിഷനിൽ നമുക്കിനി അത് ന്യൂട്രിയൻ വാല്യൂം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് നോക്കുകയാണെങ്കിൽ ഡ്രൈ മാറ്റർ ഓഫ് സിറിയൽസിൻ്റെ ഡ്രൈ മാറ്ററിൽ ഒരു 80% എന്താണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. ഓക്കെ, ഈ കാർബോഹൈഡ്രേറ്റ് തന്നെ 2 ടൈപ്പാണ് വരുന്നത്. ക്രൂഡ് ഫൈബേഴ്സ് കാണും, അതേപോലെ സോളുബിൾ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സും കാണും. ക്രൂഡ് ഫൈബേഴ്സും കാണും, സോളുബിൾ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റും ഈ കാർബോഹൈഡ്രേറ്റിനകത്ത് വരും. അപ്പം കാർബോഹൈഡ്രേറ്റ് തന്നെ 2 ടൈപ്പാണ് ഈ സിറിയൽസിലുള്ളത്. ഒന്ന് ക്രൂഡ് ഫൈബേഴ്സും, 2 സോളുബിൾ കാർബോഹൈഡ്രേറ്റും. അപ്പം ക്രൂഡ് ഫൈബേഴ്സും ഉണ്ട്, സോളുബിൾ കാർബോഹൈഡ്രേറ്റും ഇതിനകത്ത് വരുന്നുണ്ട്, സിറിയൽസിനകത്ത് വരുന്നുണ്ട്. സോ കാർബോഹൈഡ്രേറ്റിൻ്റെ അണ്ടറിൽ ഇത് രണ്ടുമാണ് വരുന്നത്, ക്രൂഡ് ഫൈബേഴ്സ് ആൻഡ് സോളുബിൾ കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, അതിൽ ഫൈബേഴ്സിനകത്ത് മെയിനായിട്ട് ഉള്ളത് എന്തൊക്കെയാണ്? സെലുലോസ്, ഹെമി സെലുലോസ് ആൻഡ് പെൻറ്റോസാൻസ് വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? സെലുലോസ്, ഹെമി സെലുലോസ് ആൻഡ് പെൻറ്റോസാൻസ് ആണ് ഫൈബറിനകത്ത് വരുന്നത്. സെല്ലോസ്, ഹെമി സെല്ലോസ്, പെൻറ്റോസാൻസ്, ഇത് ഇത്രയാണ് ഫൈബറിനകത്ത് വരുന്നത്. ഇനി സോളുബിൾ കാർബോഹൈഡ്രേറ്റ് നോക്കുകയാണെങ്കിൽ മേജർ വൺ എന്ന് പറയുന്നത് സ്റ്റാർച്ച് ആണ്. സ്റ്റാർച്ച് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് മിക്ക സിറിയൽസിനകത്തും. പിന്നെ സ്മോൾ ക്വാണ്ടിറ്റിയിൽ എന്തൊക്കെ കാണാറുണ്ട്? ഡെക്സ്ട്രിനും ഷുഗറും കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ കാർബോഹൈഡ്രേറ്റിൽ ഒന്ന് നോക്കിക്കേ, 80% ഓഫ് ഡ്രൈ മാറ്ററും എന്താണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. അത് തന്നെ 2 ടൈപ്പാണ് വരുന്നത്, ക്രൂഡ് ഫൈബറും സോളുബിൾ കാർബോഹൈഡ്രേറ്റും വരുന്നുണ്ട്. ഇനി ഫൈബർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണുള്ളത്? സെലുലോസ്, ഹെമി സെല്ലോസ് ആൻഡ് പെൻറ്റോസാനും വരുന്നുണ്ട്. ഇനി സോളുബിൾ കാർബോഹൈഡ്രേറ്റിൽ മേജർ വൺ ഈസ് സ്റ്റാർച്ച്, സ്മോൾ എമൗണ്ടിൽ ഡെക്സ്ട്രിൻ ആൻഡ് ഷുഗർ വരുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഓർക്കേണ്ടത്. അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം. 80% എന്ത് കാണും? കാർബോഹൈഡ്രേറ്റ് കാണും. കാർബോഹൈഡ്രേറ്റ് തന്നെ കാർബ്സ് തന്നെ 2 ടൈപ്പായിട്ടാണ് സിറിയൽസിലുള്ളത്. ഒന്നെന്താണ്? ഫൈബർ, ക്രൂഡ് ഫൈബറും, രണ്ടാമത്തത് സോളുബിൾ കാർബ്സും ആണ്. ക്രൂഡ് ഫൈബറും സോളുബിൾ കാർബ്സും. ക്രൂഡ് ഫൈബറിൽ എന്തൊക്കെയാണ് വരിക? സെലുലോസ് ഉണ്ട്, ഹെമി സെലുലോസ് ഉണ്ട്, പെൻറ്റോസാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് ക്രൂഡ് ഫൈബറിൽ വരുന്നത്. ഇനി സോളുബിൾ കാർബ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? സ്റ്റാർച്ച് ഉണ്ട്, സ്മോൾ എമൗണ്ടിൽ ഡെക്സ്ട്രിനും
ഷുഗേഴ്സ്, അതർ ഷുഗേഴ്സും വരും, ലൈക്ക് ഗ്ലൂക്കോസ് അങ്ങനത്തെ ഷുഗേഴ്സ് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് കാർബോഹൈഡ്രേറ്റിൽ വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ കോമ്പോസിഷൻ. അപ്പോൾ 80% കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. കാർബോഹൈഡ്രേറ്റ് 2 ടൈപ്പ് ഉണ്ട്, ക്രൂഡ് ഫൈബർ ആൻഡ് സോളബിൾ കാർബോഹൈഡ്രേറ്റ്. ക്രൂഡ് ഫൈബറിൽ സെല്ലോസ്, സെമി സെല്ലോസ് ആൻഡ് പെൻഡോസാൻസ്. സോളബിൾ ഫൈബേഴ്സ് സോളബിൾ കാർബോഹൈഡ്രേറ്റിൽ സ്റ്റാർച്ചും ഡെക്സ്ട്രനും ഷുഗേഴ്സും ഒക്കെയാണ് വരിക. ഓക്കെ, അതാണ് കാർബോഹൈഡ്രേറ്റിന്റെ മേജർ ആയിട്ട് വരിക. ഇനി ഫ്രീ ഷുഗേഴ്സ് ആയിട്ട് കാണുന്നത് ഏതൊക്കെയാണ്? സിമ്പിൾ ഷുഗേഴ്സ് ആയിട്ടുള്ള ഞാൻ നേരത്തെ കണ്ട പോലെ ഗ്ലൂക്കോസ് കാണും, ഡൈസാക്കറൈഡ്സ് ലൈക്ക് സൂക്രോസ് ആൻഡ് മാൾട്ടോസ് വരും. ഓക്കെ അല്ലേ? ഇനി ഓഫ് ഓൾ ദി സിറിയൽസ് വോൾ വീറ്റും റാഗിയും ബാജ്രയിലും ഒക്കെ എന്തുണ്ട്? ഹൈ എമൗണ്ട് ഓഫ് ഫൈബർ വരുന്നുണ്ട്. ഓർത്ത് വെച്ചേക്കാം, വോൾ വീറ്റ്, റാഗി, ബാജ്ര ഇതിനകത്തൊക്കെ ഹൈ എമൗണ്ട് ഓഫ് ഫൈബർ ആണ് ഉള്ളത്. കാർബോഹൈഡ്രേറ്റ് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. 80% ഡ്രൈ മാറ്റർ കാർബോഹൈഡ്രേറ്റ് ആണ്. 2 ടൈപ്പാണ്, ക്രൂഡ് ഫൈബറും പിന്നെ സോളബിൾ കാർബ്സും ആണ് വരുന്നത്. ക്രൂഡ് ഫൈബറിനകത്ത് സെല്ലുലോസ്, സെമി സെല്ലുലോസ് ആൻഡ് പെൻഡോസാൻസ് ഉണ്ട്. അതിൽ തന്നെ ഫൈബർ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ആരൊക്കെയാണ്? ഹോൾ വീറ്റും റാഗിയും ബാജ്രയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുള്ളത്. ഇനി സോലബിളിനകത്ത് സ്റ്റാർച്ച് പഠിച്ചു, ഡെക്സ്ട്രിൻ ഉണ്ട്. പിന്നെ ഷുഗറിൽ തന്നെ ഫ്രീ ഷുഗേഴ്സ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ്, അതേപോലെ സൂക്രോസ്, മാൾട്ടോസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ കാർബോഹൈഡ്രേറ്റ്, അതായത് സിറിയൽസിൽ കാണുന്ന കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഇതെല്ലാം. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് കാർബോഹൈഡ്രേറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രോട്ടീനിലേക്ക് പോകാം. പ്രോട്ടീൻ ആണ് അടുത്തത് നോക്കുന്നത്. ഓരോ സിറിയൽ വേരിയൻസ് അനുസരിച്ചും പ്രോട്ടീൻ്റെ കണ്ടന്റിൽ ഡിഫറൻസ് വരും. പ്രോട്ടീൻ്റെ കോൺസെൻട്രേഷനിലും പ്രോട്ടീൻ്റെ കോമ്പോസിഷനിലും ഡിഫറൻസ് വരും. ഇനി അതിൽ റൈസ് നോക്കുകയാണെങ്കിൽ ലെസ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ആയിരിക്കും ദാൻ അതർ സിറിയൽസ്. അപ്പോൾ ഏറ്റവും കുറവ് പ്രോട്ടീൻ അല്ലെങ്കിൽ റൈസിനകത്താണ് കുറഞ്ഞ പ്രോട്ടീൻ എമൗണ്ട് വരുന്നത്. ഓക്കെ, ആൻഡ് പ്രോട്ടീൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ ടിഷ്യൂസിലും നമ്മൾ കണ്ടു. അലുറോൺ ലെയറിൽ വരുന്നുണ്ട്, ജാമിൽ വരുന്നുണ്ട്, എൻഡോസ്പേമിൽ വരുന്നുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ടിഷ്യൂസിനകത്തും എന്ത് വരുന്നുണ്ട്? പ്രോട്ടീൻസ് വരുന്നുണ്ട്. സോ പ്രോട്ടീൻസ് ആർ ഫൗണ്ട് ഇൻ ഓൾ ദ ടിഷ്യൂസ്, എല്ലാ ടൈപ്പ് ഓഫ് ടിഷ്യൂസിനകത്തും വരുന്നുണ്ട്. ബട്ട് കോൺസെൻട്രേഷൻ കുറച്ച് കൂടുതലായിട്ട് കാണുന്നത് എവിടെയാണ്? എംബ്രിയോയിൽ കുറച്ച് ഹൈ ആയിട്ട് വരും, പിന്നെ സ്ക്യൂട്ടലം, പിന്നെ അലുറോൺ ലെയറിലാണ് കുറച്ച് ഹൈ ആയിട്ട് കാണുക ദാൻ എൻഡോസ്പേം, പെരികാർപ്പ് ആൻഡ് ടെസ്റ്റ. അപ്പം എൻഡോസ്പേമും ജേമും ബ്രാനും ടെസ്റ്റേക്കാളിലും സീഡ് കോട്ടിനേക്കാളിലും കുറച്ചും കൂടെ കൂടുതലായിട്ട് എവിടേക്കാണ്? എംബ്രിയോ, സ്ക്യൂട്ടലം ആൻഡ് അലുറോൺ ലെയറിലായിട്ടാണ് പ്രോട്ടീൻ കുറച്ച് ഹൈ ആയിട്ട് കാണുന്നത്. ഇനി എൻഡോസ്പേമിൽ തന്നെ നമ്മൾ പറഞ്ഞു പ്രോട്ടീൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ സെൻറ്ററിലോട്ടായിരിക്കും, അതായത് സെൻട്രിൽ നിന്ന് പെരിഫറിയിലോട്ട്, അതായത് സെൻട്രിൽ നിന്ന് പെരിഫറിയിലോട്ട് നമ്മൾ പോകും തോറും എന്ത് പറ്റും? പ്രോട്ടീൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുകയാണ് എൻഡോസ്പേമിൽ പറ്റും. ഓക്കെ, ഇനി സിറിയൽസിൽ കാണുന്ന പ്രോട്ടീൻസ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻസ് ഉണ്ട്, പ്രോലമെൻസ് ഉണ്ട്, അതിനെ ഗ്ലിയാഡിൻസ് എന്ന് വിളിക്കും കേട്ടോ, അതും ഗ്ലൂട്ടലിൻസ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് മേജറായിട്ട് കാണുന്ന പ്രോട്ടീൻസ് ഇൻ സിറിയൽസ്. അപ്പോൾ നോക്കിയേ, പ്രോട്ടീൻ കണ്ടന്റ് ഡിഫറെൻറ്റ് സിറിയൽ അനുസരിച്ച് അത് എന്ത് ചെയ്യും? വേരി ചെയ്യാറുണ്ട്. ഇനി റൈസിനകത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ലെസ് ആയിട്ട് പ്രോട്ടീനാണ് റൈസിലാണ് വരുന്നത് ദാൻ അതർ സിറിയൽസ്. ഇനി പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു സീഡ് അല്ലെങ്കിൽ സിറിയൽ ഗ്രെയിൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ടിഷ്യൂസിലും എന്ത് വരുന്നുണ്ട്? പ്രോട്ടീൻസ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് എംബ്രിയോയിലും സ്ക്യൂട്ടലത്തിലും അലുറോൺ ലെയറിലും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കാണുക, പ്രോട്ടീൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് കാണുക. ബാക്കിയുള്ളിടത്ത് കുറച്ചുകൂടെ കുറവായിട്ടായിരിക്കും വരിക. ഇനി എൻഡോസ്പേമിൽ നോക്കുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രോട്ടീൻ എന്ത് ചെയ്യും? സെൻട്രിൽ നിന്ന് പെരിഫറിയിലേക്ക് പോകുമ്പോഴും പ്രോട്ടീൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ ഇനി മേജർ ആയിട്ടുള്ള പ്രോട്ടീൻസ്, അതായത് സിറിയൽസിൽ കാണുന്ന പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ആൽബുമിൻ, ഗ്ലോബുലിൻ, പ്രൊലാമിൻസ് ഉണ്ട്, അതായത് ഗ്ലിയാഡിൻസ്, പിന്നെ ഗ്ലൂട്ടലിൻസ് ആണ് വരിക. ഇതൊക്കെയാണ് മേജർ പ്രോട്ടീൻസ് പ്രസന്റ് ഇൻ സിറിയൽ ഗ്രെയിൻസ്. ഇനി ഗ്ലിയാഡിൻസ് ആൻഡ് ഗ്ലൂട്ടലിൻസ് എന്ന് പറയുന്നത് ഗ്ലൂട്ടൻ പ്രോട്ടീൻ എന്ന് പറയും. നമ്മൾ ഗ്ലൂട്ടൻ എന്ന് വിളിക്കില്ലേ? സോ ഗ്ലൂട്ടൻ പ്രോട്ടീൻ ആണ് ഇത് രണ്ടും. ഏതാണ്? ഗ്ലിയാഡിൻസ് ആൻഡ് ഗ്ലൂട്ടലിൻസ്. ഓക്കെ, അതിൽ ഗ്ലൂട്ടൻ എന്ന് പറയുമ്പം അവർക്കൊരു യുണീക്ക് എലാസ്റ്റിസിറ്റി ഉണ്ട്, അതിൻ്റെ ഫ്ലോ പ്രോപ്പർട്ടി അവർക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ നമ്മൾ ബ്രെഡ് ബേക്ക് ചെയ്യാനും അങ്ങനത്തെ അതർ പ്രോഡക്ട്സ്, അതായത് ബേക്കിംഗ് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ ഗ്ലൂട്ടൺ ആണ് മെയിനായിട്ടും വർക്ക് ചെയ്യുക. അവിടുത്തെ ആ പ്രോട്ടീൻ ആയിട്ടുള്ള ഗ്ലൂട്ടൺ ആണ് അവിടെ മെയിനായിട്ടും വർക്ക് ചെയ്യുന്നത്.
ഇനി പ്രോട്ടീൻ്റെ കോൺസെൻട്രേഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം 6 to 12%. ഡിപ്പെൻസ് ഓൺ ദ ഗ്രെയിൻ 6 to 12% ആണ് വരിക. ബട്ട് ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, സിറിയൽസിൽ അമിനോ ആസിഡ്സ്, അതായത് നമുക്കറിയാം പ്രോട്ടീൻസ് എന്ന് പറയുന്നത് എന്താണ്, അമിനോ ആസിഡ്സ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഓക്കെ, അമിനോ ആസിഡിൻ്റെ പോളിമറാണ് എന്ത്, പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് സിറിയൽസിൽ എന്താണ്, ഡെഫിഷ്യൻ്റ് ആണ്, അതിനകത്ത് ഇല്ല. ഓക്കെ, സോ സിറിയൽസ് ആർ ഡെഫിഷ്യൻ്റ് ഇൻ ലൈസിൻ. പക്ഷേ മെഥിയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്, മെഥിയോണിൻ സിറിയൽസിൽ എന്താണ്, കൂടുതലാണ്. ലൈസിൻ ഡെഫിഷ്യൻ്റ് ആണ്, മെഥിയോണിൻ കൂടുതലാണ് ഇൻ കേസ് ഓഫ് സിറിയൽസ്. പക്ഷെ ഇതേ കാര്യം നേരെ തിരിച്ചാണ് പൾസസിൽ. പൾസസിൽ മെഥിയോണിൻ കുറവും ഡെഫിഷ്യൻ്റ് ആയിരിക്കും, ലൈസിൻ റിച്ച് ആയിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ പ്രോട്ടീൻസും കിട്ടാൻ അല്ലെങ്കിൽ അമിനോ ആസിഡ്സും കിട്ടാനായിട്ട് നമ്മൾ പൾസസും സിറിയൽസും കൂടെ ഒന്നിച്ച് കഴിക്കുക. അപ്പോൾ നമുക്ക് എല്ലാ അമിനോ ആസിഡ്സും കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചിരിക്കുക. സിറിയൽസിനകത്ത് 6 to 12% പ്രോട്ടീനാണ് വരുന്നത്. അതിൽ തന്നെ മെഥിയോണിൻ്റെ ലെവൽ ഹൈയും അല്ലെങ്കിൽ മെഥിയോണിൻ നിറച്ചുകൊണ്ട് റിച്ച് ആയിട്ടുണ്ട്. വേറെ ലൈസിൻ എന്തായിരിക്കും, ഡെഫിഷ്യൻ്റ് ആയിരിക്കും. ആ 2 പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. മെഥിയോണിൻ റിച്ച് ആയിരിക്കും, ലൈസിൻ ഡെഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. സിറിയൽസ് ആർ ഡെഫിഷ്യൻ്റ് ഇൻ ലൈസിൻ ആൻഡ് റിച്ച് ഇൻ മെഥിയോണിൻ. സിറിയൽസ് എന്താണ്, ലൈസിൻ ഡെഫിഷ്യൻറ്റും മെഥിയോണിൻ റിച്ചും ആയിട്ടുള്ളതാണ് സിറിയൽസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി പൾസസിൻ്റെ കാര്യം നോക്കുമ്പോൾ എന്താണ്, പൾസസ് എന്ന് പറയുന്നത് മെഥിയോണിൻ ഡെഫിഷ്യൻറ്റും ലൈസിൻ റിച്ചും ആണ്. സോ ഹെൻസ് ദർ ഇസ് ഇംപ്രൂവ്മെന്റ് ഇൻ പ്രോട്ടീൻ ക്വാളിറ്റി ഓഫ് ബോത്ത് പ്രോട്ടീൻ. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്ത് കഴിക്കുന്ന സമയത്ത് വി ക്യാൻ ഇംപ്രൂവൈസ് ദ പ്രോട്ടീൻ ക്വാളിറ്റി കൂട്ടാൻ പറ്റും മിക്സ് ചെയ്ത് കഴിക്കുന്ന സമയത്ത്, രണ്ടും കൂടെ ഒന്നിച്ച് കഴിക്കുമ്പോൾ. അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കേ പ്രോട്ടീൻ്റെ കാര്യം. സോ പ്രോട്ടീൻസ്, റൈസിനകത്താണ് പ്രോട്ടീൻ ഏറ്റവും കുറവായിട്ട് കാണുക. ഇനി പ്രോട്ടീൻ എല്ലാ ടിഷ്യൂസിലും കാണും. ഏറ്റവും കൂടുതൽ കാണുന്ന എംബ്രിയോ, സ്ക്യൂട്ടലം ആൻഡ് അലറോൺ ലെയറിലാണ്. ഇനി പ്രോട്ടീൻ പല ടൈപ്പിൽ വരുന്നുണ്ട്. അതിൽ തന്നെ ആൽബുമിൻ, ഗ്ലോബുലിൻ, പ്രൊലാമിൻസ്, ദാറ്റ് ഇസ് ഗ്ലിയാഡിൻസ് ആൻഡ് ഗ്ലൂട്ടലിൻസ് ആണ് മേജറായിട്ട് കാണുന്ന പ്രോട്ടീൻ ഇൻ സിറിയൽസ്. ഇനി ഇതിൽ ഗ്ലിയാഡിൻസ് ആൻഡ് ഗ്ലൂട്ടലിൻസ് എന്ന് പറയുന്നത് ഗ്ലൂട്ടൻ പ്രോട്ടീൻ എന്ന് പറയും. അതിനെന്താണ് ഒരു പർട്ടിക്കുലർ ഇലാസ്റ്റിസിറ്റിയും ഫ്ലോ പ്രോപ്പർട്ടിയും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ബേക്കിംഗ് ഇൻഡസ്ട്രിയിൽ അത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സിറിയൽസിൽ നോക്കുകയാണെങ്കിൽ 6 to 12% പ്രോട്ടീൻ ആണ് വരുന്നത്. ബട്ട് ദേ ആർ ഡെഫിഷ്യൻ്റ് ഇൻ ലൈസിൻ ബട്ട് റിച്ച് ഇൻ മെഥിയോണിൻ. പൾസസ് എന്ന് പറയുമ്പോൾ ഡെഫിഷ്യൻ്റ് ഇൻ മെഥിയോണിൻ ആൻഡ് റിച്ച് ഇൻ ലൈസിൻ. സോ അത് രണ്ടും കൂടെ ഒന്നിച്ച് കഴിക്കുന്നത് വരെ വി ക്യാൻ ഇംപ്രൂവൈസ് ദ പ്രോട്ടീൻ ക്വാളിറ്റി ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റും. അപ്പം അത്രയാണ് പ്രോട്ടീനെ പറ്റിയുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് ലിപ്പിഡ് ആണ് നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത്, സിറിയൽസിലുള്ള ലിപ്പിഡ് കോമ്പോസിഷൻ. സോ സിറിയൽസിലെ ലിപ്പിഡ്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 1 to 2% ആണ് വീറ്റിൽ, റൈസിലും പിന്നെ 3% ആണ് മൈസിലും. അപ്പോൾ വീറ്റിലും റൈസിലും 1 to 2% മാത്രമാണ് ലിപ്പിഡ്സ് വരുന്നത്. വെറസ് മൈസിൽ 3% ആണ് ലിപ്പിഡ് കണ്ടന്റ് വരുന്നത്. ഇനി ലിപ്പിഡ് കൂടുതലും കാണുന്നത് ജേമിലും ബ്രാനിലും ആണ്. നമ്മൾ ഓൾറെഡി കണ്ടാണല്ലേ, എംബ്രിയോയിലാണ് പ്രോട്ടീനും ലിപ്പിഡും വരുന്നത്. പിന്നെ ബ്രാനിനകത്തും എന്തുണ്ട്, ലിപ്പിഡ്സ് വരുന്നുണ്ട്. ബാക്കിയുള്ള പാർട്സിനെക്കാളും കൂടുതൽ കാണുന്ന എവിടെയാണ്, ജേം ആൻഡ് ബ്രാനിലായിട്ടാണ് ലിപ്പിഡ്സ് കൂടുതലായിട്ട് വരുന്നത്. ഇനി വീറ്റ് ജേം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ലിപ്പിഡ് ഒരു 6 to 11% കാണും. ബ്രാനിൽ 3 to 5% കാണും. എൻഡോസ്പേമിൽ 0.8 to 1.5% ആണ് കാണുക. ഓക്കെ, അപ്പോൾ വീട്ടിൽ ജേമിനകത്ത് ലിപ്പിഡ് ഒരു 6 to 11%, ബ്രാനിൽ 3 to 5%, എൻഡോസ്പേമിൽ 0.8 to 1.5% ഒക്കെ ആയിട്ടാണ് കാണുക. അപ്പം മേജറും ജേമിലും ബ്രാനിലും ഒക്കെ ആയിട്ടാണ് ലിപ്പിഡ് കണ്ടന്റ് ഹൈ ആയിട്ട് നിൽക്കുന്നത്. ഇനി മൈസിൽ നോക്കുകയാണെങ്കിൽ ജേമിൽ 35%, ബ്രാനിൽ 1% ആണ് വരുന്നത് ഇൻ ദ കേസ് ഓഫ് മൈസ്. ഇനി ലിപ്പിഡ്സ് തന്നെ മെയിനായിട്ടും കാണുന്നത് ട്രൈഗ്ലിസറൈഡ്സ് ആയിട്ടാണ്. അത് പാൽമിറ്റിക് അല്ലെങ്കിൽ ഒലീക്ക്, അതേപോലെ ലിനൊലീക് ആസിഡ് ഒക്കെ ആയിട്ടാണ് മെയിനായിട്ടും കാണുന്നത്. ട്രൈഗ്ലിസറൈഡ്സ് ഓഫ് പാൽമിറ്റിക്, ഒലീക്ക് ഓർ ലിനൊലീക് ആസിഡ്. അപ്പം ഈ ഫാറ്റി ആസിഡ്സിൻ്റെ ട്രൈഗ്ലിസറൈഡ്സ് ആയിട്ടാണ് ലിപ്പിഡ്സ് ഈ സിറിയൽസിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇനി സിറിയൽസിനകത്ത് ഇതിനോടൊപ്പം ട്രൈഗ്ലിസറൈഡ്സിനോടൊപ്പം തന്നെ ഫോസ്ഫോലിപ്പിഡ്സും ലെസിത്തിനും കാണാറുണ്ട്.
ഓക്കെ, ഫോസ്ഫോലിപ്പിഡ്സും ലെസിത്തിനും കൺസിഡറബിൾ എമൗണ്ടിൽ കാണാറുണ്ട്. അപ്പോൾ നോക്കിയാൽ ലിപ്പിഡ്സ് വീറ്റ് ആൻഡ് റൈസിൽ 1 to 2% ആണ് ലിപ്പിഡ് ടോട്ടലി വരുന്നത്. മൈസിന് 3%. ഇനി ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ജേം ആൻഡ് ബ്രാനിലായിട്ടാണ് ലിപ്പിഡ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഇപ്പം വീറ്റിൻ്റെ ജേമിൽ നോക്കുവാണെങ്കിൽ 6 to 11% ആണ് വരിക, ബ്രാനിൽ 3 to 5% ആണ്. മൈസിൻ്റെ ജേമിൽ 35%, ബ്രാനിൽ 1% ആയിട്ടാണ് വരിക. ഇനി ഏതൊക്കെ ലിപ്പിഡ്സ് ആണ് കാണുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ട്രൈഗ്ലിസറൈഡിൻ്റെ ഫോമിലായിരിക്കും ലിപ്പിഡ്സ് വരുന്നത്. ട്രൈഗ്ലിസറൈഡ്സ് ഓഫ് പാൽമിറ്റിക് ആസിഡ്, ഒലീക് ആസിഡ് ആൻഡ് ലിൻ ഒലീക് ആസിഡ്. ലിൻ ഒലീക് ആസിഡിൻ്റെയും പാൽമിറ്റിക് ആസിഡിൻ്റെയും ഒലീക് ആസിഡിൻ്റെയും ട്രൈഗ്ലിസറൈഡ്സിൻ്റെ ഫോമായിട്ടാണ് ലിപ്പിഡ്സ് എവിടെ വരിക, സിറിയൽസിൽ വരുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ ഫോസ്ഫോലിപ്പിഡ്സും ലെസിത്തിനും കാണാറുണ്ട്. അപ്പോൾ അതാണ് സിറിയൽസിലുള്ള ലിപ്പിഡ്സ്. നെക്സ്റ്റ് വൺ ഈസ് മിനറൽസ്. സിറിയൽസിൽ കാണുന്ന മിനറൽസ് ആണ്. അബൌട്ട് 95% ഓഫ് മിനറൽസും എന്താണ്, ഫോസ്ഫേറ്റ്സിൻ്റെയോ സൾഫേറ്റ്സിൻ്റെയോ ഒക്കെ ഫോമിലാണ് വരിക. അതിൽ വരുന്ന മിനറൽസ് ഏതൊക്കെയാണ്, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽഷ്യം ആണ് കേട്ടോ. അപ്പം 95%ഉം ഇവരൊക്കെയാണ് കാണുക. 95% ഓഫ് മിനറൽസ് എന്ന് പറയുന്നത് പൊട്ടാസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫേറ്റും സൾഫേറ്റിൻ്റെയും ഫോമിലാണ്. അപ്പോൾ അബൌട്ട് 95% ഓഫ് മിനറൽസ് ആർ ഫോസ്ഫേറ്റ് ആൻഡ് സൾഫേറ്റ് ഓഫ് പൊട്ടാസ്യം, മഗ്നീഷ്യം ആൻഡ് കാൽഷ്യം. അപ്പം സിറിയൽസിൽ എന്തൊക്കെയാണ് വരിക, പൊട്ടാസ്യം, മഗ്നീഷ്യം ആൻഡ് കാൽഷ്യത്തിൻ്റെ ഫോസ്ഫേറ്റ് ആൻഡ് സൾഫേറ്റ് ആണ് കാണുന്നത് 95%. ഓക്കെ, ഇനി കൺസിഡറബിൾ പാർട്ട് ഓഫ് ഫോസ്ഫറസ് മെയിനായിട്ടും എവിടെയാണ് കാണുക, ഫൈറ്റിൻ്റെ ഫോമിലായിട്ടായിരിക്കും കാണുക. ഓക്കെ, ഫൈറ്റിൻ്റെ ഫോമിലായിട്ടായിരിക്കും കാണുക. അങ്ങനെ വരുന്ന അപ്പോൾ ആ ഫോസ്ഫറസ് നമുക്ക് എന്തായിരിക്കില്ല, അവൈലബിൾ ആയിരിക്കില്ല. അപ്പം ഫൈറ്റിനിലിരിക്കുന്ന ഈ മിനറൽസ് ലൈക്ക് ഫോസ്ഫറസ്, കാൽഷ്യം ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല, ആർ നോട്ട് അവൈലബിൾ ഫോർ അബ്സോർപ്ഷൻ. ഓക്കെ, അതേപോലെ ഫൈറ്റേറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സിറിയൽസിനകത്ത് ഫൈറ്റേറ്റ് പ്രസന്റ് ആണെങ്കിൽ ഇറ്റ് ഡിക്രീസസ് ദ അബ്സോർപ്ഷൻ ഓഫ് അതർ മിനറൽസിന്റെ അബ്സോർപ്ഷൻ അവരെന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും, അല്ലെങ്കിൽ ബയോ അവൈലബിലിറ്റിനെ കുറയ്ക്കും. നമ്മളുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യാൻ കിട്ടുന്നതിനെയാണ് ബയോ അവൈലബിലിറ്റി എന്ന് പറയാം. സോ ബയോ അവൈലബിലിറ്റിനെ എന്ത് കുറയ്ക്കും, ഈ ഫൈറ്റേറ്റ് കുറയ്ക്കും. അപ്പം അതെന്താണ്, ഒരു ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടറായിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ ആൻറ്റി ന്യൂട്രീഷണൽ കോമ്പൗണ്ട് ആയിട്ട് ഈ ഫൈറ്റേറ്റ് വരും. അതായത് ഫൈറ്റേറ്റ് എന്ത് ചെയ്യും, ഈ അയൺ പോലത്തെ അതർ മിനറൽസിൻ്റെ അബ്സോർപ്ഷനെ അവർ ഇൻ്റർഫിയർ ചെയ്യും, അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യും. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കാം. ഇനി അൺറിഫൈൻഡ് ആയിട്ടുള്ള സിറിയൽസിലാണ് കൂടുതൽ ഫൈറ്റേറ്റ് കാണുക ദാൻ റിഫൈൻഡ് ഓർ പോളിഷ്ഡ് സിറിയൽസ്. അതേപോലെ നമ്മൾ ജെർമിനേഷൻ നടത്തി കഴിയുമ്പോൾ മുളപ്പിച്ച് കഴിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ വെള്ളത്തിൽ സോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഈ ഫൈറ്റേറ്റ് എന്ത് ചെയ്യും, കുറഞ്ഞു വരും, ഫൈറ്റേറ്റ് കണ്ടന്റ് റെഡ്യൂസ് ചെയ്ത് വരും. ഇപ്പോൾ ജെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് എൻസിമാറ്റിക് ആക്ഷൻ വഴി എന്ത് പറ്റും, ഫൈറ്റേറ്റിൻ്റെ ലെവല് കുറയും. അങ്ങനെ വരുമ്പം ബയോ അവൈലബിലിറ്റി കൂടും, അയണിൻ്റെ ഒക്കെ ബയോ അവൈലബിലിറ്റി കൂടും. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ മുളപ്പിച്ച് കഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കുതിർത്തിട്ട് യൂസ് ചെയ്യാന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിക്കേ, മിനറൽസ് ആണ്. 95% മിനറൽസും ഇതൊക്കെയാണ്, പൊട്ടാസ്യം, കാൽഷ്യം ആൻഡ് മഗ്നീഷ്യത്തിൻ്റെ ഫോസ്ഫേറ്റ് ആൻഡ് സൾഫേറ്റ് ആണ്. ഇനി ഫോസ്ഫറസ് സിറിയൽസിൽ മെയിനായിട്ടും ഫൈറ്റിൻ്റെ ഫോമിലായിട്ടാണ് കാണുക. ആൻഡ് ഈ ഫോസ്ഫറസ് ആൻഡ് കാൽഷ്യം പ്രസന്റ് ഇൻ ഫൈറ്റിൻ എന്ന് പറയുന്നത് നോട്ട് അവൈലബിൾ, നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. അതേപോലെ അടുത്തൊരു കോമ്പൗണ്ട് ആണ് ഫൈറ്റേറ്റ് എന്ന് പറയുന്നത്, വിച്ച് ഡിക്രീസ് ദ അബ്സോർപ്ഷൻ ഓഫ് അയണിൻ്റെ അബ്സോർപ്ഷൻ അത് കുറയ്ക്കും. ആൻഡ് റിഫൈൻഡ് ആയിട്ടുള്ള സിറിയൽസിലാണ് കൂടുതൽ ഫൈറ്റേറ്റ് കാണുക ദാൻ റിഫൈൻഡ് വൺസ്. അതേപോലെ ജെർമിനേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും എന്ത് പറ്റും, ഈ ഫൈറ്റേറ്റിൻ്റെ കണ്ടന്റ് കുറഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ അതാണ് മിനറൽസിൽ ഉള്ളത്. ആൻഡ് സം മിനറൽ എലമെന്റ് ലൈക്ക് കോപ്പർ, സിങ്ക് ആൻഡ് മാംഗനീസ് ആർ ഓൾസോ പ്രസന്റ് ഇൻ വെരി സ്മോൾ എമൗണ്ട്. സ്മോൾ എമൗണ്ടിൽ ഇതൊക്കെ കാണാറുണ്ട്, കോപ്പർ, സിങ്ക് ആൻഡ് മാംഗനീസ് കാണാറുണ്ട്. ഇനി കാൽഷ്യം ആൻഡ് അയൺ ലെവല് കുറച്ച് കുറവാണ് സിറിയൽസിനകത്ത്. കാൽഷ്യത്തിൻ്റെയും അയണിൻ്റെയും ലെവല് കുറവാണ്. ദേ ആർ ദ പുവർ സോഴ്സ് ആണ് കേട്ടോ. സിറിയൽസ് എന്ന് പറയുന്നത് പുവർ സോഴ്സ് ഓഫ് കാൽഷ്യം ആൻഡ് അയൺ ആണ്. പർട്ടിക്കുലർലി റൈസ് ഇസ് വെരി പുവർ സോഴ്സ് ഓഫ് ദീസ് ടു എലമെന്റ്. റൈസിനകത്ത് ഈ കാൽഷ്യവും അയണും ഒന്നും വരുന്നില്ല. സോ അതേപോലെ കണ്ടന്റ് എന്ന് പറയുന്നത് പോളിഷിംഗ് അനുസരിച്ച് ഇരിക്കും. പോളിഷിംഗ് അനുസരിച്ച് എന്ത് പറ്റും, ഈ കണ്ടന്റിൽ വേരിയേഷൻ വന്നുകൊണ്ട് ഇരിക്കും.
ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ റാഗി ഇല്ലേ, റാഗി കൂവരവ് എന്ന് പറയുന്നത്, റാഗിയാണ് റിച്ച് സോഴ്സ് ഓഫ് കാൽഷ്യം ആൻഡ് അയൺ. അപ്പം റാഗിയിൽ ഇഷ്ടംപോലെ കാൽഷ്യവും അയണും വരുന്നുണ്ട്. അതേപോലെ മില്ലറ്റ്സ് ലൈക്ക് റാഗി, ബാജ്ര, ജോവർ ഇതിലെല്ലാം എന്താണ് മിനറൽസിന്റെയും ഫൈബേഴ്സിന്റെയും കണ്ടന്റ് എന്താണ് കുറച്ച് ഹൈ ആണ്. ഇനി വീറ്റിന്റെ അയൺ കണ്ടന്റ് നമുക്ക് കൂട്ടാൻ പറ്റും ബൈ മില്ലിംഗ് അയൺ റോളേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് വഴി. അയൺ റോളേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അയൺ കണ്ടന്റ് ഓഫ് വീറ്റ് ക്യാൻ ബി ഇൻക്രീസ് ഡ്യൂറിങ് മില്ലിംഗ് വഴി. മില്ലിങ്ങിൽ നമ്മൾ അയൺ റോളർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അയൺ കണ്ടന്റ് ഓഫ് വീറ്റ് കൂട്ടാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് മിനറൽസിൽ വരുന്നത്. ഇപ്പം മിനറൽസിൽ 95% ഓഫ് മിനറൽസും എന്താണ് പൊട്ടാസ്യം, കാൽഷ്യം ആൻഡ് മഗ്നീഷ്യത്തിന് ഫോസ്ഫേറ്റ് ആൻഡ് സൾഫേറ്റ് ആയിട്ടാണ് കാണുക. ആൻഡ് ഫോസ്ഫറസ് മെയിനായിട്ടും ഫൈറ്റിനിലായിട്ട് കാണും. ആൻഡ് ഈ ഫോസ്ഫറസും കാൽഷ്യം പ്രസന്റ് ഇൻ ഫൈറ്റിൻ നമുക്ക് അവൈലബിൾ അല്ല. പിന്നെ ഫൈറ്റേറ്റ് എന്ത് ചെയ്യാറുണ്ട്, അയണിന്റെ അബ്സോർപ്ഷനെ ഡിക്രീസ് ചെയ്യാറുണ്ട്. സോ അത് ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് ജെർമിനേഷനൊക്കെ ചെയ്യാം. ഇനി ചില മിനറൽസ് ലൈക്ക് കോപ്പർ, സിങ്ക് ആൻഡ് മാംഗനീസ് സ്മോൾ എമൗണ്ടിൽ സിറിയൽസിൽ കാണും. പക്ഷേ കാൽഷ്യം ആൻഡ് അയൺ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ കണ്ടന്റ് എന്ന് പറയുന്നത് സിറിയൽസിൽ ഭയങ്കര കുറവാണ്. സോ ദേ ആർ പുവർ സോഴ്സ് ഓഫ് കാൽഷ്യം ആൻഡ് അയൺ. അതിൽ റൈസിലാണ് ഏറ്റവും കുറവായിട്ട് വരിക. റാഗി നോക്കുകയാണെങ്കിൽ അതിനകത്ത് റിച്ച് സോഴ്സ് ഓഫ് കാൽഷ്യം ആൻഡ് അയൺ ആണ്. ലൈക്ക് മില്ലറ്റ്സിലെല്ലാം അങ്ങനെ കാൽഷ്യം ആൻഡ് അയൺ ഒക്കെ നന്നായിട്ട് കാണും. സോ മില്ലറ്റ്സിനകത്ത് മിനറൽ ആൻഡ് ഫൈബർ റിച്ച് ആയിട്ടാണ് വരിക. പിന്നെ വീറ്റിന്റെ അയൺ കണ്ടന്റ് നമുക്ക് മില്ലിംഗ് വഴി കൂട്ടാൻ പറ്റും. പക്ഷെ മില്ല് ചെയ്യുന്ന സമയത്ത് അയൺ റോളേഴ്സ് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് മിനറൽസിൽ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് വൈറ്റമിൻസ്. ആൻഡ് സിറിയൽസിൽ മേജറായിട്ട് കാണുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത് ബി വൈറ്റമിൻസ് ആണ് കേട്ടോ. ബി വൈറ്റമിൻസ് ആണ് കൂടുതലായിട്ട് കാണുക. നമ്മൾ കണ്ടില്ലേ തൈമിൻ, റൈബോഫ്ലാവിൻ ഒക്കെ വരുന്നുണ്ട്, ഫോളിക് ആസിഡ് ഒക്കെ വരുന്നുണ്ട്. സോ വോൾ ഗ്രെയിൻ സിറിയൽസ് ആർ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ബി വൈറ്റമിൻ. ബി വൈറ്റമിൻ ആണ് അതിനകത്ത് കാണുക. ബട്ട് ഓർക്കേണ്ട പോയിന്റ് വോൾ ഗ്രെയിൻ സിറിയൽസ് ആണ്. വോൾ ഗ്രെയിൻ സിറിയൽസിലാണ് ഈ ബി വൈറ്റമിൻ, കാരണം അത് ബ്രാനിലൊക്കെ കൂടുതലായിട്ട് കാണും. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ. സിൻസ് മോസ്റ്റ് ഓഫ് ദീസ് വൈറ്റമിൻസ് ആർ ഇൻ ദ ഔട്ടർ ബ്രാനിലാണ്. റിഫൈനിങ്ങോ പോളിഷിങ്ങോ ചെയ്യുന്നത് വഴി എന്ത് പറ്റും, ഈ ബ്രാനിലുള്ള ഈ വൈറ്റമിൻസ് പോകും അല്ലേ. ബ്രാൻ നഷ്ടപ്പെടുമ്പം തവിട് പോകുന്നത് കഴിയുമ്പോൾ എന്ത് പറ്റും, ഈ വൈറ്റമിനോ അതിൻ്റെ കൂടെ പോവാണ്. സോ റിഫൈനിങ്ങോ പോളിഷിങ്ങോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ബി വൈറ്റമിൻ്റെ കണ്ടന്റും കുറയും. ഓക്കെ, കാരണം എന്താണ്, ബി വൈറ്റമിൻ കൂടുതൽ കാണുന്നത് ഔട്ടർ ബ്രാനിലായിട്ട് ആണ്. അപ്പോൾ നോക്കിക്കേ, വൈറ്റമിൻസ്, വോൾ ഗ്രെയിൻ സിറിയൽസ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ബി വൈറ്റമിൻ. ആൻഡ് മോസ്റ്റ് ഓഫ് ദിസ് വൈറ്റമിൻസും എവിടെയാണ് കാണുക, ഔട്ടർ ബ്രാനിലായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ റിഫൈനിങ്ങും പോളിഷിങ്ങും ചെയ്യുന്നത് വഴി ബി വൈറ്റമിൻ്റെ ലെവല് കുറയും. സോ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പാർ ബോയിലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യും. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആ ബി വൈറ്റമിൻ കണ്ടന്റ് കൂട്ടാൻ വേണ്ടിയാണ് അത് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി സോക്ക് ദാറ്റ് ഗ്രെയിൻ ഇൻ വാട്ടറിൽ സോക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് അത് സ്റ്റീമിങ് ചെയ്യും. ഓക്കെ, സ്റ്റീമിങ് ഓഫ് പാഡി ചെയ്യും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രാനിലിരിക്കുന്ന ഈ വൈറ്റമിൻസ് എന്ത് ചെയ്യും, വാട്ടർ സോലബിൾ വൈറ്റമിൻസ് ആയതുകൊണ്ട് തന്നെ ഇവർ ഡിസോൾവ് ചെയ്തിട്ട് ഇവർ അകത്തേക്ക് എൻറ്റർ ചെയ്യും, ഇൻ ടു ദ ഗ്രെയിനിലേക്ക് എൻറ്റർ ചെയ്യും. ഫ്രം ദ ഔട്ടർ ലെയറിൽ നിന്ന് നേരെ ഉള്ളിലായിട്ട് അത് എന്ത് ചെയ്യും, എൻറ്റർ ചെയ്യും. അതിനെയാണ് നമ്മൾ പാർ ബോയിലിംഗ് എന്ന് പറയുന്നത്. സോ നമുക്ക് പാർ ബോയിൽഡ് റൈസിനകത്ത് എന്ത് കാണും, കുറച്ചും കൂടെ ബി വൈറ്റമിൻസ് കാണും. ഓക്കെ, സോ അത് ഓർത്ത് വെച്ചേക്കുക. സോ വൈറ്റമിൻസിൽ ബി വൈറ്റമിൻസ് ആണ് മേജറായിട്ട് വരുന്നത്. ബട്ട് ദേ ആർ പ്രസന്റ് ഇൻ ദ ഔട്ടർ ബ്രാൻ. അപ്പം പോളിഷിങ് ആൻഡ് റിഫൈനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബി വൈറ്റമിൻ്റെ ലെവല് കുറയും. സോ അത് ഓവർകം ചെയ്യാൻ വേണ്ടി പാർ ബോയിലിംഗ് ചെയ്യാം. പാർ ബോയിലിംഗ് ഇൻക്ലൂഡ് സോക്കിംഗ് ഇൻ വാട്ടർ ആൻഡ് സ്റ്റീമിംഗ് ഓഫ് പാഡി റിസൾട്ട് ഇൻ steeping of vitamin present in the outer layer into the grain. So hence milled or polished parboiled rice retain much of the B vitamin. കുറച്ചുകൂടെ ബി വൈറ്റമിൻ അതിനകത്ത് റീറ്റെയിൻ ചെയ്ത് നിൽക്കും. പാർ ബോയിലിംഗ് വഴി അങ്ങനെ റീറ്റെയിൻ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അതാണ് വൈറ്റമിൻസിൽ വരുന്നത്. ബി കോംപ്ലക്സ് അല്ലെങ്കിൽ ബി വൈറ്റമിൻസ് ആണ് മേജറായിട്ട് കാണുന്നത്. ഇനി മൈദ നോക്കുകയാണെങ്കിൽ ദേ ഹാസ് ലെസ് ബി വൈറ്റമിൻസ് ആണ് ദാൻ വോൾ വീറ്റ് ഫ്ലോർ. കാരണം മൈദ എന്ന് പറയുന്നത് എന്താണ്, വീറ്റ് ഫ്ലോറിന്റെ ഒരു റിഫൈൻഡ് പ്രോഡക്റ്റ് ആണ്. സോ അതിനകത്ത് ബി വൈറ്റമിൻ്റെ ലെവല് ഭയങ്കര കുറവാണ്. ഇനി സിറിയൽസിൽ നോക്കുന്ന സമയത്ത് ദേ ഡു നോട്ട് കണ്ടെയ്ൻ എയ്തർ വൈറ്റമിൻ എ ഓർ സി. വൈറ്റമിൻ എയും സിയും വരുന്നില്ല. എക്സെപ്റ്റ് മൈസിനകത്ത് എന്തുണ്ട്, സ്മോൾ എമൗണ്ട് ഓഫ് കരോട്ടിനോയിഡ്സ് കാണാറുണ്ട്. ഇനി ഓയിൽസ് ഫ്രം സിറിയൽ ഗ്രെയിൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ എ റിച്ച് ആണ്. സിറിയൽ ഗ്രെയിൻസിൽ നിന്ന് കിട്ടുന്ന ഓയിൽസ് എന്താണ്, വൈറ്റമിൻ എ റിച്ച് ആയിട്ടാണ് കാണുക.
അപ്പൊ നോക്കിക്കേ, മൈദക്കകത്ത് എന്താണ് ലെസ് ബി വൈറ്റമിൻ ആണ് ദാൻ വോൾ വീറ്റ് ഫ്ലോർ. പിന്നെ വൈറ്റമിൻ ഇല്ലാത്ത വൈറ്റമിൻ എന്ന് പറയുന്നത് എ ആൻഡ് സി ആണ്, അല്ലെങ്കിൽ എയും സിയും അതിനകത്ത് വരുന്നില്ല. എക്സെപ്റ്റ് മൈസിനകത്ത് കരോട്ടിനോയിഡ് ഉണ്ട്, അതുകൊണ്ട് തന്നെ വൈറ്റമിൻ എ ഫോം ചെയ്യാം. കാരണം കരോട്ടിനോയിഡ് എന്ന് പറയുന്നത് എന്താണ്, പ്രോ വൈറ്റമിൻ എ ആണ്, പ്രോ വൈറ്റമിൻ എ ആണ്. സോ അതിനകത്ത് കുറച്ച് എമൗണ്ടിൽ വരും. പിന്നെ ഓയിൽ ഫ്രം സിറിയൽ ഗ്രെയിൻസ് എന്ന് പറയുന്നത് എന്താണ്, ദേ ആർ റിച്ച് ഇൻ വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടാണ് അവർ വരുന്നത്. ഓക്കെ അല്ലേ? സോ നോക്കിയേ, മൈദ ഹാസ് ലെസ് ബി വൈറ്റമിൻ ദാൻ വോൾ വീറ്റ് ഫ്ലോർ. സിറിയൽസ് ഡു നോട്ട് കണ്ടെയ്ൻ either vitamin A or C except maize. Oil from cereal grains are rich in vitamin E. ഇതാണ് വൈറ്റമിൻസിൽ വരുന്നത്. സോ ദിസ് ഇസ് ദ കെമിക്കൽ കോമ്പോസിഷൻ ആൻഡ് ന്യൂട്രിയൻ വാല്യൂ. ഇനി അടുത്തതാണ് എൻസൈം. ന്യൂട്രിയൻസ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി എൻസൈം ആണ് അടുത്ത കെമിക്കൽ എന്ന് പറയുന്നത് പ്രസന്റ് ഇൻ സെറിയൽസ്. സോ സർട്ടൻ ഗ്രെയിൻസിനകത്ത് മെനി എൻസൈംസ് ആണ് കാണുന്നത്. ആൻഡ് ഈ എൻസൈംസ് മെയിൻ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്, അമൈലേസ്, പ്രോട്ടിയേസ്, ലിപ്പേസ്, ഓക്സിഡോ റിഡക്റ്റേസ്. ഈ 4 എൻസൈം ആണ് മേജർ ആയിട്ട് കാണുന്നത്. ഇതൊക്കെയാണ് അമൈലേസ്, പ്രോട്ടിയേസ്, ലിപ്പേസ് ആൻഡ് ഓക്സിഡോ റിഡക്റ്റേസ് ആണ് മേജർ ആയിട്ട് കാണുന്ന എൻസൈം വിച്ച് ആർ പ്രസന്റ് ഇൻ സെറിയൽസ്. ജെർമിനേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആൽഫ അമൈലേസിന്റെ ആക്ടിവിറ്റി കൂടും ജെർമിനേഷൻ വഴി. ഓക്കെ, അതേപോലെ പ്രോട്ടിയേസ് എന്ന് പറയുന്നത് കുറച്ച് ജേമിലാണ് കൂടുതലായിട്ട് കാണുക. ഇനി ലിപ്പേസ് ഓഫ് സിറിയൽസ് എന്ന് പറയുന്നത് ഫാറ്റി ആസിഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ കാരണമാവും. അപ്പം ഈ ലിപ്പേസ്, ഈ സിറിയൽസിൽ ഇരിക്കുന്ന ലിപ്പേസ് കാരണം ഒരു പ്രശ്നം പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റി ആസിഡ് എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ചെയ്യും. ഓക്കെ, അതായത് ലിപ്പിഡ്സ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഫാറ്റി ആസിഡ് ആക്കി മാറ്റും ഡ്യൂറിങ് സ്റ്റോറേജ് ഓഫ് ദ സിറിയൽസ് ആൻഡ് ദ പ്രോഡക്ട്സ്. അപ്പൊ സിറിയൽസ് ആൻഡ് പ്രോഡക്ട്സിന്റെ സ്റ്റോറേജിന്റെ സമയത്ത് ഇതാണ് സംഭവിക്കുക. ലിപ്പേസ് എന്ത് ചെയ്യും, ലിപ്പിഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട്, ലിപ്പിഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഫാറ്റി ആസിഡ് ആക്കി മാറ്റും. ഓക്കെ, സോ സ്റ്റോറേജ് ടൈമിൽ ഈ ഫാറ്റി ആസിഡ്സ് കൂടുതലായിട്ട് വരാറുണ്ട്, അപ്പിയർ ചെയ്യാറുണ്ട്. ഓക്കെ, സോ അതാണ് എൻസൈംസ് എന്ന് പറയുമ്പോൾ എൻസൈംസിൽ അമൈലേസ് ഉണ്ട്, പ്രോട്ടിയേസ് ഉണ്ട്, ലിപ്പേസ് ഉണ്ട്, ഓക്സിഡോ റിഡക്റ്റേസ് ഉണ്ട്. അമൈലേസ്, ആൽഫ അമൈലേസിന്റെ ആക്ടിവിറ്റി ജെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻക്രീസ് ചെയ്യും. പ്രോട്ടിയേസ് കൂടുതലായിട്ട് ജേമിലാണ് വരിക. ലിപ്പേസ് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ലിപ്പേസ് എന്ത് ചെയ്യും, ലിപ്പിഡ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഫാറ്റി ആസിഡ് ആക്കി മാറ്റും. സോ സ്റ്റോർ ചെയ്യുന്ന സമയത്ത്, സ്റ്റോറേജിന്റെ ടൈമിൽ ഫാറ്റി ആസിഡ് അപ്പിയർ ചെയ്യാറുണ്ട്. സോ അത്രയാണ് നമ്മളുടെ ഡിഫറെന്റ് കെമിക്കൽ കമ്പോണൻസ് പ്രസന്റ് ഇൻ cereals, അതേപോലെ അതിന്റെ ന്യൂട്രിയൻസ്. ക്ലിയർ അല്ലേ?